പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഒരുമനപ്പെട്ട് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. വൻ കൃപകളാൽ സ്വർഗം നമ്മളെ നിറയ്ക്കുന്നല്ലോ. വലിയ പ്രവൃത്തികളാൽ ദൈവം നമ്മളെ സകല മേഖലയിലും സാക്ഷ്യമാക്കി മാറ്റുന്നല്ലോ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. ദൈവം നിങ്ങളുടെ അവസ്ഥകളെ മാറ്റും. ദൈവം നിങ്ങളുടെ പ്രതിസന്ധികളെ അത്ഭുതമാക്കി മാറ്റും. ഇത് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠകരമായ സമയമാണ്. കർത്താവിൻ്റെ സകല സാക്ഷ്യമാക്കി ദൈവം നമ്മളെ മാറ്റും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ സാക്ഷ്യമാക്കുന്നല്ലോ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് നമുക്കൊരു വാക്യം വയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് വിശ്വസിക്കുന്നവരെല്ലാം എൻ്റെ കൂടെ പറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട്. രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അനുവാദമില്ല. ഞാൻ ദിവ്യ ആരോഗ്യത്തോടെ ഇരുന്ന് ദീർഘായുസോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവൃത്തികളെ ഇന്ന് വർണ്ണിക്കും. ഇന്ന് ജാതികൾ നിറഞ്ഞ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയും പറയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് പറയും. ഇന്ന് പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവപ്രവർത്തികൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. വലിയ പ്രവർത്തികളാൽ ദൈവം നമ്മളെ നിറയ്ക്കുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നല്ലോ. നമുക്ക് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് വിശ്വസിക്കാം. ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രത്യാശയോടെ ഉറപ്പോടെ ധൈര്യത്തോടെ നമുക്കിരിക്കാം. ഇത് ദൈവം നമുക്ക് വേണ്ടി സകല കാര്യങ്ങളെയും സാക്ഷ്യമാക്കി മാറ്റും. കർത്താവ് നമുക്ക് വേണ്ടി വലിയ പ്രവർത്തികളാ ചെയ്യുക തന്നെ ചെയ്യും. ആമേൻ. നമുക്ക് ദൈവസന്നിധിയിൽ നന്ദിയോടെ സ്തുതിക്കാം. തുടർമാനമായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനങ്ങളെ കേട്ടുവരുന്നു. തുടർമാനമായി നമ്മൾ കർത്താവിൻ്റെ വചനത്തിൻ്റെ അകത്ത് സാക്ഷ്യമായി വരുന്നു. ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. വാക്കുമാറാത്ത ദൈവം സകല വിഷയത്തിൻ്റെ മേലും നിങ്ങളെയും എന്നെയും സാക്ഷിയാക്കി മാറ്റും. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. നമ്മൾ ഇന്നലെ കേൾക്കാൻ ഇടയായി തീർന്നു. രാജകീയ അഭിഷേകത്തെ പറ്റി നമ്മൾ കേൾക്കാൻ ഇടയായി തീർന്നല്ലേ. നമ്മുടെ മേലൊരു രാജകീയ അഭിഷേകമുണ്ട്. ആ അഭിഷേകത്തിന്റെ ശക്തിയാലാണ് നിങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ പ്രവർത്തികളെ കാണുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ എൻ്റെ മേൽ ഇട്ടിരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ആ അഭിഷേകത്താലാണ് നിങ്ങൾ എല്ലാവരും ഇന്ന് ഇതിൻ്റെ അകത്ത് കൂടിയിരിക്കുന്നത്. എൻ്റെ പ്രത്യേകതയല്ല, ഞാൻ എൻ്റെ വ്യക്തിക്ക് പ്രത്യേകതയില്ല, എൻ്റെ കുടുംബത്തിനോ മറ്റൊന്നിനും പ്രത്യേകതയില്ല. എൻ്റെ മേലൊരു അഭിഷേകമുണ്ട്. ആ അഭിഷേകമാണ് നിങ്ങളെ ആകർഷിക്കുന്നത്. ദൈവ അഭിഷേകം ഇട്ടിട്ട് നിങ്ങളെ ഓരോ വ്യക്തികളെയും ഈ കൂട്ടായ്മയിലേക്ക് ആയിക്കോട്ടെ, വ്യക്തിപരമായ വാക്കുകളിലേക്ക് ആയിക്കോട്ടെ, അതിലേക്ക് ആകർഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ അഭിഷേകത്തിന്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ കേട്ടു, ദാവീദ് ശൗലിന്റെ മേൽ ദൈവം അഭിഷേകം ഇട്ട് രാജ്യം ഭരിക്കേണ്ടതിന്. ഒരു ക്വാളിറ്റിയാണ്, ഒരു ക്വാളിഫിക്കേഷനാണ് അവിടെ കൊടുക്കുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ കേട്ട് പൗരോഹിത്യ അഭിഷേകമുണ്ട്. ഈ അഭിഷേകമുള്ളത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളിപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പം എൻ്റെ കയ്യിലേക്ക് പ്രാർത്ഥിക്കാൻ വരുന്നതിൻ്റെ കാരണം പോലും അഭിഷേകമാണ്. നിങ്ങളുടെ മേലും അഭിഷേകമുണ്ട്. നിങ്ങളുടെ മേലും എൻ്റെ മേലും ഇട്ടിരിക്കുന്ന അഭിഷേകമാണ്. വെച്ചാൽ അഭിഷേകത്തെ ആരാണ് വർദ്ധിപ്പിക്കുന്നത്, അവരുടെ അകത്തേക്ക് വലിയൊരു ഒഴുക്ക് വരുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ഞാൻ പറയാം, അഭിഷേകം വീണിട്ട് അഭിഷേകത്തെ നിങ്ങൾ ജ്വലിപ്പിക്കുന്നവരാകണം. ആമേൻ. അപ്പൊ അഭിഷേകത്തെ നമ്മൾ ജ്വലിപ്പിക്കുമ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ ആയിരിക്കുന്ന മേഖലകളിലൊക്കെയും എന്തുണ്ടാകും, നിങ്ങളുടെ മേലൊരു ആകർഷണം ഉണ്ടാകുവാൻ ഇടയായിത്തീരും. ആമേൻ. നമ്മൾ ഇന്നലെ വായിച്ച ആ വാക്യത്തിലേക്ക് ഒന്ന് വേഗത്തിലൊന്ന് പോകാം. ഒന്ന് ശമൂവേലിന്റെ പുസ്തകത്തിൽ നിന്നാണ്. ഒരു മിനിറ്റ്. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം
ഞാൻ ആ വാക്യം ഒന്ന് കാണിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ. അപ്പോൾ ശമൂവേലിന്റെ പുസ്തകത്തിൻ്റെ അകത്തോടെ കൊടുത്തിട്ടുണ്ട്. ആ അഭിഷേകത്തിന്റെ പ്രത്യേകത, അഭിഷേകം നമ്മളെ സകലത്തിലും വഴി നടത്തും. അപ്പൊ ഈ ദിവസങ്ങളിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞോണം, ദൈവിക അഭിഷേകം ഒരു വ്യക്തിയുടെ മേൽ വ്യാപരിക്കുന്ന നിമിഷം മുതൽ ആ വ്യക്തിയുടെ മേൽ എന്ത് ചെയ്യും? കർത്താവിൻ്റെ നാമത്തിൽ ഉള്ള പ്രവർത്തികൾക്ക് വേണ്ടി. അഭിഷേകത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവം ഒരു പർപ്പസിന് വേണ്ടി നമ്മളെ എന്ത് ചെയ്യുന്നു? ദൈവം തന്റെ അഭിഷേകത്തെ ചെയ്യുന്നു. അനോയിന്റിങ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി വേർതിരിക്കുവാൻ വേണ്ടിയാണ് അഭിഷേകം ചെയ്യുന്നത്. ആമേൻ. ഞാൻ ആ വാക്യം നിങ്ങളുടെ മുമ്പാകെ ഒന്ന് എടുക്കാം. അതിന്റെ നമ്മൾ കേട്ടത് ഇന്നലെ അതിന്റെ 16ാമത്തെ വാക്യമാണ്. ആ വാക്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു നിമിഷം ഞാനത് വാക്യം ഒന്ന് ജസ്റ്റ് പ്രൊജക്റ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നത് ഒരു ലൈവ് ഒന്ന് ജസ്റ്റ് കട്ടായി, ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ദൈവവചനത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം നോക്കി, ദൈവിക അഭിഷേകത്തെ പറ്റിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നാളെ ഈ നേരത്ത് ബെന്യാമിൻ ദേശക്കാരൻ ഒരാളെ ഞാൻ എൻ്റെ അടുക്കിലേക്ക് അയക്കും. എൻ്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കേണ്ടതിന് നീ അവനെ അഭിഷേകം ചെയ്യണം. നോക്കി, അഭിഷേകത്തിന്റെ പ്രത്യേകത അതുവരെ ഇല്ലാത്തൊരു കഴിവ്, അതുവരെ ഇല്ലാത്തൊരു ക്വാളിറ്റി, അതുവരെ ഇല്ലാത്തൊരു ക്വാളിഫിക്കേഷൻ, അതുവരെ ഇല്ലാത്തൊരു എബിലിറ്റി അഭിഷേകത്താൽ ലഭിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2012 വരെ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. അതായത് നിങ്ങൾ എന്നെ 2012 കാണുന്നുവെങ്കിൽ, നിങ്ങൾ ചിലപ്പം എന്നെ മുഖാമുഖം കാണുന്നുവെങ്കിൽ, എവിടെയെങ്കിലും വെച്ച് കാണുന്നുവെങ്കിൽ, നമ്മൾ തമ്മിൽ പരസ്പരം കാണുന്നുവെങ്കിൽ ഒരു സാധാരണ വ്യക്തിയാണ്. നിങ്ങൾ എന്നെ ബ്രദറെ എന്നൊന്നും വിളിക്കത്തില്ല. ഞാനൊരു സാധാരണക്കാരനായിരുന്നു. 2012 പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം എൻ്റെ മേൽ വന്നപ്പോൾ നിമിഷം മുതലാണ് എന്തുണ്ടായത്? ഈ വ്യത്യാസം എൻ്റെ മേൽ സംഭവം. എനിക്കൊരു എബിലിറ്റി കിട്ടി. ഞാൻ നിങ്ങളോട് എല്ലാം പറയുന്നത് ഞാനെന്ന വ്യക്തിയുടെ സ്പെഷ്യാലിറ്റി മാത്രമല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെ മേൽ അഭിഷേകം വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റിയേക്കാൾ ഉപരി എബിലിറ്റി എന്നൊരു വാക്കാണ്. എബിലിറ്റി എന്നൊരു വാക്കാണ്. നോക്കിയേ, ഇവിടെ ജനത്തെ ഭരിക്കുവാൻ വേണ്ടി അഭിഷേകം ലഭിച്ചു. അപ്പൊ 2012 അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നേ വരെ ഞാനൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല, പ്രത്യേകിച്ച് വ്യക്തിപരമായി പോലും പ്രാർത്ഥിക്കാറില്ല. എന്നാൽ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തുന്നത് പറയുമ്പോൾ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് സ്പർശിക്കുവാൻ ഇടയായിത്തീരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? 2012 ആ ഒരു ദിവസം വരെ ഇല്ലാത്തൊരു പ്രത്യേകത എന്താ അവിടെ സംഭവിച്ചത്? ഇത് തന്നെയാണ് ശൗലിന്റെ മേൽ സംഭവിച്ചത്. ശൗലിനെ പറ്റി തൊട്ടുമുള്ളത്തെ വാക്യത്തിൽ പറയുന്നത്, തൻ്റെ പിതാവിൻ്റെ കാണാതെ പോയ എന്ത് ചെയ്തേക്കുവാണ്? കാണാതെ പോയ കഴുതയെ കാണാൻ വേണ്ടി വന്ന മനുഷ്യനാ. നോക്കിയേ, നിങ്ങൾ ആ വാക്ക് ഇവിടെ മൂലം നോക്കുമ്പോൾ കാണാൻ പറ്റും. നമ്മളെ പണ്ട് ഈ വാക്യം ഒന്ന് പ്രാവശ്യം എടുത്തിട്ടുള്ളതല്ലേ, ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നോക്കിയ ശൗല് തൻ്റെ അപ്പനായ കീശിന്റെ കഴുതയെ കാണാതെ പോയിരുന്നു. കീശ് തൻ്റെ മകനായ ശൗലിനോട്, നീ ഒരു ഭൃത്യനെയും കൂട്ടിക്കൊണ്ട് ചെന്ന് കഴുതയെ അന്വേഷിക്കുക. അപ്പൊ അപ്പന്റെ അനുസരണയുള്ളൊരു മകനായിരുന്നു അവൻ. എഫ്രൈം നാട്ടിലും ശാലി ദേശത്തും കൂടി സഞ്ചരിച്ചു, അവയെ കണ്ടില്ല. ഞാൻ ഇന്നാൾ പറഞ്ഞായിരുന്നു, നമ്മുടെ നാട്ടിൽ ഇന്നത്തെ കാലത്ത് ഒരു കാറ് പോലെയാണ് അന്നത്തെ കാലത്തെ ഈ കഴുത എന്നൊക്കെ പറയുന്നത്. അത്രയും വിലപിടിപ്പുണ്ട് കേട്ടോ. കഴുതയ്ക്ക് വിലയില്ലാത്ത കാലഘട്ടമല്ല, കഴുതയ്ക്ക് വിലയുള്ള കാലഘട്ടമാണ്. അതുകൊണ്ടാണ് പോട്ടെ എന്ന് വിചാരിച്ചില്ല, പോയി തപ്പി ഇറങ്ങിയപ്പോൾ എന്നാ സംഭവിച്ചത്? ഒന്നും കണ്ടുകെട്ടാൻ ഇടയായില്ല. എന്നാൽ മറ്റൊരു ഭാഗത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നു, 16ാം വാക്യത്തിൽ, നാളെ ഈ നേരത്ത് ബെന്യാമിൻ ദേശക്കാരനായ ഒരാൾ നിന്റെ അടുക്കലേക്ക് വരും. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, നമുക്കറിയാം, ഇപ്പൊ ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയുന്നത്? ആത്മീയമായിട്ട് പറയല്ലേ, ആത്മീയമായിട്ടല്ല, എങ്ങനെ അറിയാൻ പറ്റും? വിളിച്ചു പറഞ്ഞാൽ അറിയും. എങ്ങനെ അറിയാൻ പറ്റുമായിരിക്കും?
ഞാൻ മ്യൂട്ട് മാറ്റിയില്ലോട്ടോ. വിളിച്ചു പറഞ്ഞാൽ ബ്രദറെ വിളിച്ചു പറഞ്ഞാൽ അറിയും. അതെ, ഞാൻ വിളിച്ചു പറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ കഴിയത്തുള്ളൂ അല്ലേ? ഞാൻ വിളിച്ചു പറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് അറിയാൻ കഴിയത്തുള്ളൂ. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇവിടെ ശമൂവേൽ പ്രവാചകൻ എന്ത് ചെയ്യുകയാണ്? ശമൂവേൽ പ്രവാചകൻ തലേ ദിവസം തന്നെ നോക്കിയേ, നാളെ ഈ നേരത്ത്, എന്നാലോചിച്ച് നോക്കിയേ, നാളെ ഈ നേരത്ത് ബെന്യാമിൻ ദേശക്കാരനായ ഒരാൾ നിന്റെ അടുക്കിലേക്ക് വരും. അപ്പൊ എന്നാലോചിച്ച് നോക്കിയേ, തലേ ദിവസം ദൈവം പറയുന്നു, നാളെ ഈ നേരത്ത് ബെന്യാമിൻ ദേശക്കാരനായ ഒരാളെ ഞാൻ നിന്റെ അടുക്കലേക്ക് അയക്കും. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ ശമൂവേൽ പ്രവാചകന് എങ്ങനെ മനസ്സിലായി നാളെ ഈ സമയത്ത് ബെന്യാമിൻ ഗോത്രക്കാരനായ ഒരു വ്യക്തി എൻ്റെ അടുക്കിലേക്ക് വരുമെന്ന്? മൊബൈൽ ഫോൺ ഇല്ല, ലെറ്റർ ബോക്സ് ഇല്ല, ഇതൊന്നുമില്ലാത്ത, ഇമെയിൽ ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ എങ്ങനെ മനസ്സിലായി? ദൈവത്തിന്റെ ആമേൻ. അഭിഷേകം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ ദൈവ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അഭിഷേകം എന്നെ പ്രാപ്തീകരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ചു കഴിഞ്ഞ് നോക്കിയേ, ബെന്യാമിൻ ദേശക്കാരനായ ഒരാൾ നിന്റെ അടുക്കലേക്ക് അയക്കും. ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കേണ്ടതിന് നീ അവനെ അഭിഷേകം ചെയ്യണം. അപ്പൊ അതിൽ അപ്പൊ ശമൂവേലിന് മറ്റൊരാളെ അഭിഷേകം ചെയ്യുവാൻ കഴിയും. അതായത് ശമൂവേൽ എന്ന് പറയുന്ന പ്രവാചക അഭിഷേകമുള്ളൊരു വ്യക്തിക്ക് ശൗൽ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനാണ്. അത് തൊട്ടുമുള്ളത്തെ വാക്യത്തിൽ പറഞ്ഞല്ലോ, അദ്ദേഹം പ്രവാചകനല്ല, കഴിവുള്ളവനല്ല, ഒന്നുമല്ല. പക്ഷേ എന്ത് ചെയ്യുവാൻ കഴിയും? ഈ വ്യക്തിക്ക് മറ്റൊരാളെ അഭിഷേകം ചെയ്യാൻ പറ്റും. എങ്ങനെ അഭിഷേകം നോക്കിയേ? ഇസ്രായേലിനെ ഭരിക്കുവാനുള്ള അധികാരം കൊടുക്കുവാനുള്ള ഒരു അഭിഷേകത്തെ ശമൂവേലിലൂടെ ദൈവം ചെയ്യും. അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞോണ്ട്, നിങ്ങൾ അഭിഷേകത്തെ ബഹുമാനിക്കുന്നവരാകണം. പ്രായം നോക്കരുത്. ചിലപ്പോൾ നിങ്ങളെക്കാളും ഒക്കെ ഇളയതായിരിക്കാം ഞാൻ, പ്രായത്തിൽ ഒത്തിരി നിങ്ങൾ എന്നെക്കാളും ഒത്തിരി പ്രായമുള്ളവരായിരിക്കാം. പക്ഷെ അഭിഷേകത്തിന്റെ വലിപ്പത്തിൽ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും വീണ്ടും പറയുന്നു, ഒരു വ്യക്തിയെ ഉയർത്താൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അഭിഷേകം ജ്വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആള് മാറിയ വ്യക്തിയെ പോലെയാകും. നിങ്ങൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ, ഞാൻ ഇന്ന് ഈ വാക്യം എടുക്കാൻ വേണ്ടിയല്ല, മറ്റൊരു വാക്യമാണ് ശരിക്കും പറഞ്ഞാൽ എടുത്തു വെച്ചത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലാനും എനിക്കില്ലായിരുന്നു. ഈ വാക്യം കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ ഒരു പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഞാൻ എടുത്തു വെച്ച വാക്യമല്ല ഇന്ന് പ്രസംഗിക്കേണ്ടത്. ഈ വാക്യത്തിലേക്ക് എൻ്റെ മനസ്സിനെ കർത്താവ് കൊണ്ടുവന്ന് നോക്കിയേ. അപ്പൊ ജനത്തെ ഭരിക്കേണ്ടതിന് ദൈവം അഭിഷേകം ചെയ്യുകയാണ്. അപ്പൊ അഭിഷേകം നിങ്ങളുടെ മേലുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട് എൻ്റെ മേൽ അഭിഷേകം ഉണ്ടെന്ന്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? എനിക്കുണ്ട് ബ്രദറെ. ആമേൻ. അഭിഷേകം നമ്മുടെ മേലുണ്ട് എന്നതിന്റെ തെളിവ് എന്നാന്ന് വെച്ചാൽ, പരിശുദ്ധാത്മാവിനാലാണ് അഭിഷേകം നമുക്ക് ലഭിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോഴോ, യേശു പറഞ്ഞ് ശക്തി ലഭിച്ചിട്ട്. അപ്പൊ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി ലഭിക്കും. അനോയിന്റിങ് എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അപ്പോയിന്റ് ചെയ്യുന്നു എന്നതിന്റെ അർത്ഥം. ദൈവം ഓരോ പർപ്പസിന് വേണ്ടി ദൈവം അപ്പോയിന്റ് ചെയ്യുന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ അപ്പോയിന്റ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? സുവിശേഷം അറിയിക്കണം. അപ്പൊ അഭിഷേകമില്ലാതെ സുവിശേഷം അറിയിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും. അഭിഷേകമില്ലാതെ ഒരു വ്യക്തി സുവിശേഷം ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ആ വ്യക്തി ചിലപ്പോൾ നഷ്ടപ്പെട്ടു വരെ പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ അഭിഷേകം, യോഹന്നാൻ ലേഖനത്തിൽ പറയുന്നു, അഭിഷേകം നിങ്ങളെ ഉപദേശിക്കും. അപ്പൊ അഭിഷേകത്തിന് ഉപദേശിക്കാൻ പറ്റും. അഭിഷേകം എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളെ ഉപദേശിക്കുന്ന എങ്ങനെയാ വെച്ചാൽ അഭിഷേകം ഒരു വ്യക്തിയായി മാറുക ആ സമയത്ത്. ആമേൻ. നമുക്ക് ആ വിഷയത്തിലേക്ക് പോവാം. ഇവിടെ നോക്കിയേ. അപ്പൊ ഇവിടെ അഭിഷേകം ഒരു വ്യക്തിയുടെ മേൽ വരുമ്പോൾ അഭിഷേകത്തെ ജ്വലിപ്പിച്ചില്ല എങ്കിൽ, അഭിഷേകം ജ്വലിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ശൗലിന്റെ മേൽ ദൈവം ഒരു രാജകീയ അഭിഷേകം കിട്ടും. അപ്പൊ രാജകീയ അഭിഷേകത്തിന്റെ പ്രത്യേകത ഞാൻ ഇപ്പൊ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി ഭാഗത്തിലേക്ക് ഒന്ന് പോകാം. അതിന്റെ രണ്ടാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് ജസ്റ്റ് പോകുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ ഇന്നലെ അന്യഭാഷാ പ്രാർത്ഥനയിൽ കർത്താവിന്റെ കൃപയാൽ, ദൈവകൃപയാൽ ഇന്നലെ പ്രാർത്ഥിക്കാൻ ഇടയായി. ഞാൻ ജസ്റ്റ് മിസ്സായി പോകുന്നതിന് സംശയമുണ്ട്. അതിൻ്റെ അകത്ത് ആരെങ്കിലും ഒന്ന് മെസ്സേജ് ഇട്ടായിരുന്നു, ഒരു രോഗസൗഖ്യം ഇന്നലെ അന്യഭാഷാ പ്രാർത്ഥനയിൽ ബാക്ക് പെയിൻ മാറിയെന്ന് എന്തോ ഒരു പെട്ടെന്ന് മിന്നായം പോലെ ഞാൻ കാണാൻ, സൗഖ്യമായെന്നാണ്, അത് സൗഖ്യം സ്വീകരിച്ചെന്നാണ് എനിക്കറിയത്തില്ല. അങ്ങനെ കമന്റ് ഇട്ടോ അങ്ങനെ ആരും ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഞാനത് ജസ്റ്റ് മിന്നായം പോലെ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പാണ് കണ്ടത്.
ഇന്ന് ആ വ്യക്തി ഉണ്ടോ ഇതിൻ്റെ അകത്ത്, സൗഖ്യമായെന്നാണോ അതോ സൗഖ്യം ഞാൻ സ്വീകരിച്ചു എന്നാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പെട്ടെന്ന് ഞാനിത് കണ്ടു, അപ്പോഴേക്കത് മീറ്റിംഗ് ഞാൻ ക്ലോസ് ചെയ്യുകയും ചെയ്തായിരുന്നു. ആ വ്യക്തി ഇന്ന് പ്രേയറിൽ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പ്രതികരിക്കുക, ഇല്ല എങ്കിൽ എന്ത് ചെയ്യുക, എനിക്ക് അടുത്ത ദിവസം അന്യഭാഷാ പ്രാർത്ഥന വരുമ്പോൾ ഒന്ന് ഓർപ്പിക്കുക. അവൻ അങ്ങനെ കണ്ടതുപോലെ എനിക്ക് തോന്നിയായിരുന്നു. പെരുന്നാളിന്റെ ഒരു തലേ ദിവസമാണ് മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ക്യാമ്പയിൻ നടക്കുന്നു. മ്യൂട്ട് മാറ്റിയുള്ള കുഴപ്പം ഇതൊക്കെയാണ്. ആ ടി വിയുടെ ഒക്കെ അടുത്ത് നിന്ന് ദൈവത്തെ ഓർത്ത് ടി വി നിൽക്കുന്ന ആൾക്കാർ ഒന്നെങ്കിൽ വേറൊരു മുറിക്കകത്തൊന്ന് കയറിപ്പൊക്കെ. നിങ്ങൾ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പം കർത്താവിൻ്റെ സുവിശേഷം കേൾക്കാതിരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത എല്ലാം മാറ്റി. ആമേൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ പറ്റി 9-ാം വാക്യത്തിൽ അഭിഷേകം ഓക്കെ. എന്നിട്ട് ശൗലിനെ അഭിഷേകം ചെയ്ത വാക്ക് നമുക്ക് കേൾക്കാവേ. അങ്ങനെ അവർ ശമൂവേലിനെ വിട്ടുപിരിഞ്ഞപ്പോൾ ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. ആ അടയാളങ്ങളെല്ലാം അന്ന് തന്നെ സംഭവിച്ചു. അവൻ ഗിരിയാങ്കിലെത്തിയപ്പോൾ പ്രവാചകഗണം ഇതാ അവനെതിരെ വരുന്നു, ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നു, അവരുടെ ഇടയിൽ അവനും പ്രവചിച്ചു. നോക്കിയേ, ശൗലിന്റെ മേൽ അഭിഷേകം വന്നപ്പോൾ ബൈബിൾ പറയുന്നു അവന് വേറൊരു ഹൃദയം കൊടുത്തു. നോക്കിയേ ആ വാക്ക് നിങ്ങളുണ്ടോ? അഭിഷേകം വരുമ്പോൾ, അഭിഷേകത്തിന് മുമ്പ് നിങ്ങൾക്കൊരു ജീവിതമുണ്ട്. അഭിഷേകം വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് വേറൊരു ഹൃദയം തരും. ഹൃദയം എന്ന വാക്കിന്റെ അർത്ഥം മനസ്സാണ്. ചിന്തകൾ വ്യാപരിക്കുന്ന ഒരു സ്ഥലമാണ് ഹൃദയം. ഒരു ഹൃദയം കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ തുടിക്കുന്ന ഹൃദയത്തെ പറ്റി അല്ല പറഞ്ഞേക്കുന്നത്, വേറൊരു മനസ്സ്. രാജാവിൻ്റെ മനസ്സ് അവന് കൊടുത്തു. അതുവരെ അപ്പൻ്റെ ബിസിനസ് നോക്കി നടന്ന് അപ്പൻ്റെ കാളേനെയും അപ്പൻ്റെ കഴുതേനെയൊക്കെ തീറ്റിപ്പോറ്റി നടത്തുന്ന, അപ്പൻ്റെ കൂടെ നിൽക്കുന്ന, അപ്പൻ്റെ വീട്ടിൽ നിൽക്കുന്ന, സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് ഇല്ലാത്ത ശൗല് തന്നെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കുലത്തിലെ ഏറ്റവും ചെറിയവനാണ്, എൻ്റെ കുടുംബത്തിലെ ഏറ്റവും ചെറിയവനൊക്കെ പുള്ളി പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഇരുന്നൊരു വ്യക്തിയെ രാജാവിൻ്റെ പ്രൗഢിയിൽ നിൽക്കുവാൻ രാജാവിൻ്റെ മനസ്സ് അവർ കൂട്ടി. അപ്പൊ അഭിഷേകം വരുമ്പോൾ ഞാനൊരു കാര്യം പറയാം, ഏത് പ്രതികൂലം വന്നാലും അതിനെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ബലം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളത്തിൽ തരും. ആമേൻ. അതുകൊണ്ടാണ് ഏത് പ്രശ്നം വന്നാലും എന്തൊക്കെ വന്നാലും നിങ്ങൾ ശക്തിപ്പെടണമെന്ന് പറയാൻ കാരണം അതാണ്. ദൈവം നമുക്ക് വേറൊരു ഹൃദയം തന്നിട്ടുണ്ട്. അടുത്ത വാക്യത്തിൽ പറയുന്നു, അവൻ ഗിരിയാങ്കിലെത്തിയ സമയത്ത് നോക്കിയേ, അവൻ ഗിരിയാങ്കിലേക്ക് എത്തിയപ്പോൾ ഒരു പ്രവാചകഗണം ഇതാ അവനെ എതിരേറ്റ് വരുന്നു, ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്ന് അവരുടെ ഇടയിൽ പ്രവചിച്ചു. അപ്പൊ ഇന്നലെ വരെ നമുക്ക് 9-ാമത്തെ വാക്യം നോക്കിയേ. 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ശൗൽ അവനോട് കണ്ടപ്പോൾ യഹോവ അവനോട് ഞാൻ നിന്റെ കരളിൽ ചെയ്ത് ഇതാ ഇവനാകുന്നു എൻ്റെ ജനത്തെ ഭരിപ്പാനുള്ളത് കൽപ്പിച്ചു. അന്നേരം ശൗൽ പടിവാതിൽക്കൽ ശമൂവേലിന്റെ അടുക്കലേക്ക് എത്തി. ദർശകന്റെ വീടെത്തി താഴേക്ക് വരുമ്പോഴേക്കും പറയുന്നതിന് 3 ദിവസം കാണാതെ പോയ കഴുതയെക്കുറിച്ച് ചിന്തിക്കേണ്ട, അത് അവൻ മടക്കി കിട്ടിയിരിക്കുന്നൊക്കെ പറഞ്ഞു. അതിന് ശൗല് പറയുകയാണ്, ഞാൻ ഇസ്രായേൽ ഗോത്രത്തിൽ ഏറ്റവും ചെറിയതായ ബെന്യാമിൻ ഗോത്രത്തിലുള്ളവനും എൻ്റെ കുടുംബം ബെന്യാമിൻ ഗോത്രത്തിലെ സകല കുടുംബത്തിൽ വെച്ച് ഏറ്റവും ചെറുതായിരിക്കെ നീ ഇങ്ങനെ എന്നോട് പറയുന്നത് എന്ത്? പിന്നെ ശമൂവേൽ ശൗലിനോട് അവൻ്റെ ഭൃത്യനെയും കൂട്ടി വിരുന്നുശാലയിൽ കൊണ്ടുപോയി ക്ഷണിക്കപ്പെട്ടവരിടയിൽ അവർ പ്രധാന സ്ഥലത്ത് കൊണ്ടിരുത്തി. ക്ഷണിക്കപ്പെട്ടവർക്ക് ഏകദേശം 33 പേരുണ്ടായിരുന്നു. ശമൂവേൽ വെപ്പുകാരനോട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുക. അപ്പൊ ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് പോലും തനിക്ക് എന്തില്ല? അവിടെ നിങ്ങൾ തൊട്ടുമുഴത്ത വാക്യം വായിച്ചാൽ മതി. ശൗലിന് ഇപ്പോഴും ഒരു കോൺഫിഡൻസ് ഇല്ല. നിങ്ങൾ നോക്കിയേ, ഇന്ന് പിരിഞ്ഞു പോകുമ്പോൾ ബെന്യാമിന്റെ ഓരോരോ ഗോത്രത്തെ പറ്റി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരുവാണ്. എന്നിട്ട് നിങ്ങൾ താഴേക്ക് വരുമ്പോഴാണ് പറഞ്ഞിരിക്കുന്നത് അവന് വേറൊരു ഹൃദയം കൊടുത്തു. രാജാവിനെ നോക്കിയേ, യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോട് കൂടെ പ്രവചിക്കുകയും നീ ആള് മാറിയവനായിത്തീരും. അപ്പൊ അഭിഷേകം നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ആള് മാറിയവനായിത്തീരും. അടുത്ത വാക്യത്തിൽ പറയുന്നു നീ പ്രവചിക്കും. അപ്പൊ രാജാവിന് എന്തിനാ പ്രവചനം? 2 കാര്യങ്ങളാണ് അവിടെ ലഭിച്ചിരിക്കുന്നത്. ഒന്ന്, രാജ്യം ഭരിക്കുവാനുള്ളൊരു മൈൻഡ് അവന് കൊടുത്തു. അതുകൊണ്ടാണ് വിശ്വാസത്തിൽ വരുമ്പോൾ ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചിന്തയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ പലപ്പോഴും നിങ്ങളെക്കാളും ഒക്കെ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ടെൻഷൻ ആവുകയും ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചു, എൻ്റെ മനുഷ്യൻ എന്നെ ബലപ്പെടുത്തും.
പലപ്പോഴും ഞാൻ തളർന്നു പോകുമ്പോഴും ഞാൻ പല കാര്യങ്ങൾ ഫേസ് ചെയ്യുമ്പോഴും ഞാൻ പലപ്പോഴും പറഞ്ഞു എനിക്ക് ഇന്ന് പ്രസംഗിക്കാൻ പറ്റുമോ എന്ന് പോലും അറിയാത്ത പല സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ഞാൻ എന്ന വ്യക്തിയാണെങ്കിൽ അവിടെ ഡൗൺ ആയിപ്പോയേനെ. പക്ഷെ എൻ്റെ മനുഷ്യൻ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, അവിടെ ഡോമിനേറ്റ് ചെയ്ത് എൻ്റെ ബോഡീനെ, എൻ്റെ ചിന്തകളെ ഡോമിനേറ്റ് ചെയ്ത് അവിടെ പലപ്പോഴും കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാനും ഒരു തീരുമാനമെടുക്കുവാനും പുറത്തേക്ക് വരുന്നത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്നറിയാവോ? ദൈവം നമുക്ക് വേറൊരു മനസ്സ് തന്നിട്ടുണ്ട്. നമ്മൾ കുഞ്ഞുനാളിലെ ജനിച്ചു വളർന്ന കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ നിങ്ങളെപ്പറ്റി പറയുന്ന ഒരു അഡ്രസ് ഇല്ല, ആ വ്യക്തിയാണ്, അയാൾ ഇച്ചിരി പേടിത്തോണ്ടനൊക്കെ, അയാളെ കൊണ്ടൊന്നും വലിയ കഴിവൊന്നുമില്ല, അയാൾ ഇങ്ങനെ ഒരു എന്താ പറയുന്നത് പുറകോട്ട് നീങ്ങുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പിച്ചു പറയും, നിങ്ങളുടെ അകത്ത് ഈ ഒരു വലിയൊരു അഭിഷേകമുണ്ട്. എന്നാൽ ഈ അഭിഷേകത്തെ പലരും ജ്വലിപ്പിക്കുന്നില്ല. പഴയ നിയമത്തിൽ ഇവിടെ ഇങ്ങനൊരു വാക്ക്, പഴയ നിയമത്തിൽ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയാണ് ദൈവം അഭിഷേകം ചെയ്യുന്നത്. ആ അഭിഷേകം പിന്നീട് ജ്വലിപ്പിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർപ്പസ്. ഇപ്പൊ പ്രവാചകനാണെങ്കിൽ അവൻ പ്രവാചകൻ തന്നെയാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. രാജകീയ അഭിഷേകമാണെങ്കിൽ രാജകീയ അഭിഷേകമാണ്, അതിൻ്റെ മേലേക്ക് ഒന്നും സംഭവിക്കാൻ പറ്റുന്നില്ല. പക്ഷെ പുതിയ നിയമത്തിൽ നമുക്ക് ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് രാജകീയ പൗരോഹിത്യ പുത്രത്വ അധികാരം നമുക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പൊ എല്ലാ അഭിഷേകവും കൂടെ മുഴുവൻ നമുക്ക് പുതിയ നിയമ വിശ്വാസിക്ക് ലഭിച്ചിരിക്കുന്നു. ഇവിടെ നിങ്ങൾ നോക്കിയേ, ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോട് കൂടെ പ്രവചിക്കും, നീ ആള് മാറിയവനായിത്തീരും. അപ്പൊ നിങ്ങൾ യേശുവിലേക്ക് വന്നിട്ട് ആള് മാറുന്നില്ല. ഇപ്പോഴും ബ്രദറെ, ഞാൻ ഇപ്പോഴും പഴയ 5ാം ക്ലാസ്സിൽ തന്നെ നിൽക്കുക, ഇപ്പോഴും അവിടെ നിന്ന് കരകയറി വരാൻ പറ്റിയിട്ടില്ല എങ്കിൽ നോക്കിക്കേ, എവിടെയൊക്കെയോ നമ്മുടെ അഭിഷേകത്തെ ജ്വലിപ്പിക്കേണ്ടതുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം, അഭിഷേകത്തെ ജ്വലിപ്പിക്കുന്നവരാകണം. അതിനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, നമ്മൾ അഭിഷേകത്തെ ബഹുമാനിക്കാൻ പഠിക്കണം. അഭിഷേകത്തെ നിങ്ങൾ ബഹുമാനിക്കണം. നിങ്ങൾ നല്ല ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇപ്പം എൻ്റെ മേലൊരു അഭിഷേകം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങളും വിശ്വസിക്കണം നിങ്ങളുടെ മേൽ അഭിഷേകമുണ്ട്. അഭിഷേകം ഉണ്ടെങ്കിൽ ഈ അഭിഷേകം തന്ന ദൈവത്തിൻ്റെ പദ്ധതികളെ നിങ്ങൾ എപ്പോഴും മാനിക്കണം. ദൈവഹിതം നമ്മൾ എപ്പോഴും ചിന്തിക്കുകയും അതിനെ കൂടുതൽ ദൈവഹിതത്തിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ അകത്ത് അഭിഷേകത്തിൻ്റെ വർധനമുണ്ടാവും. ഒന്നുകൂടെ ഞാൻ പറയാം, അഭിഷേകം വർദ്ധിക്കുന്നത് ദൈവഹിതത്തിൽ ഒരു വ്യക്തി സ്ട്രോങ് ആകുമ്പോൾ, ദൈവത്തിൽ സ്ട്രോങ് ആകുമെന്ന് പറഞ്ഞാൽ ദൈവഹിതം അന്വേഷിക്കുമ്പോൾ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളിപ്പം സ്നാനപ്പെടുക, സ്നാനം എന്ന് പറഞ്ഞ ഒരു കൽപ്പന അല്ലേ, കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുമ്പം ഞാൻ പറഞ്ഞില്ല, വിശ്വാസ ജീവിതത്തിലേക്ക് വന്ന് സ്നാനപ്പെടുമ്പോൾ നമുക്ക് പറ്റുന്നൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു, ഒത്തിരി പേര് കൂട്ടുകെട്ട് എനിക്കുണ്ടായിരുന്നു. അവരെല്ലാം എന്നെ കളിയാക്കി, ഇതിനൊക്കെ വേറെ പണിയൊന്നുമില്ലേ, നാണമില്ലേ, ഇങ്ങനെ കുറേ പ്രാർത്ഥനക്കാരുടെ പുറകെ പോകാൻ വേണ്ടി കുറേ നിന്നയും പരിഹാസവും കേട്ടു. അപ്പോൾ ഈ നിന്നയും പരിഹാസവും ഒക്കെ ഒട്ടുമുക്കാൽ ആൾക്കാരും കേൾക്കുന്ന അല്ലേ, നിന്നയും പരിഹാസവും ഒക്കെ കേൾക്കുന്ന സമയത്ത് നമുക്കൊരു വിഷമം വന്നില്ല, ദൈവമേ ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ, ഇനി എനിക്കൊരു ആവശ്യം വന്നാൽ ഓടിയെത്താൻ ആരുമില്ലല്ലോ, എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ എന്നൊക്കെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരും. പക്ഷേ ഞാൻ ആ ദൈവിക കൽപ്പന അഥവാ ദൈവഹിതത്തെ അംഗീകരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, എനിക്ക് 1000 കൂട്ടുകാരുണ്ടെങ്കിലും എനിക്ക് ദൈവ പദ്ധതിക്ക് ഞാൻ ഇവിടെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഇനി 100 കൂട്ടുകാരല്ല 1000 കൂട്ടുകാരെന്നെ സഹായിക്കാൻ വന്നില്ലെങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ ദൂതന്മാരിറങ്ങി എന്നെ സഹായിക്കും. അപ്പൊ ദൈവഹിതം ഒരു വ്യക്തി ചെയ്യുമ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നിയാലും തളരണ്ട. നിങ്ങൾ ദൈവത്തെ അനുസരിച്ചത് കൊണ്ട് നിങ്ങളുടെ അകത്തിരിക്കുന്ന അഭിഷേകത്തിൻ്റെ അടുത്തൊരു മൂവിലേക്ക് നിങ്ങൾ കയറി വന്നിരിക്കുന്നു. ആമേൻ. രണ്ടാമത്, അഭിഷേകത്തെ ബഹുമാനിക്കണം. അഭിഷേകത്തെ എങ്ങനെ ബഹുമാനിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അഭിഷേകമുള്ളവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നവരാകണം. പല ആൾക്കാരും എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ മറുതലിക്കുന്നതും ആളുകൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയാം, ഈ ഞാൻ ആ വാക്കിയെടുത്തിട്ടില്ല, മോശയ്ക്കെതിരെ ഒരു മനുഷ്യൻ നിൽക്കാൻ ഇടയായി തീർന്നു. മോശയ്ക്കെതിരെ നിൽക്കാൻ ഇടയായി തീർന്ന സമയത്ത് ദൈവം പറയുന്നൊരു വാക്കുണ്ട്, അവൻ മോശയ്ക്കെതിരെയല്ല എനിക്കെതിരെ അവൻ നിന്നത്. നാഥാനെ പറ്റി പറയുന്നവൻ മോശയ്ക്കെതിരല്ല, അവൻ എനിക്കെതിരെയാണ് നിന്നത്. 80 വയസ്സുള്ള അപ്പച്ചൻ്റെ നേരെയോ, നമ്മുടെ നാട്ടിലൊക്കെ എത്ര ആൾക്കാർ പ്രായമുള്ള അപ്പച്ചന്മാരുടെയൊക്കെ നേരെ എന്തൊക്കെയോ പറയുന്നല്ലേ, അവരൊക്കെ ഇപ്പോഴും ചിലർ പറയത്തില്ല, ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ ജീവിക്കുന്നു. പക്ഷെ അതേപോലെയല്ല, അഭിഷേകമുള്ളൊരു വ്യക്തിയുടെ നേരെ നിങ്ങൾ തിരിഞ്ഞ് സംസാരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ അഭിഷേകം ചെയ്ത ദൈവത്തിനെതിരെയാണ് പ്രവർത്തിക്കുന്നത്.
ഒന്നുകൂടെ ഞാൻ പറയാം. ഇതുകൊണ്ടാണ് മോശയ്ക്കെതിരെ തിരിഞ്ഞ നാഥാന് എന്ത് സംഭവിച്ചു? ആ കുടുംബത്തിന്റെ മേൽ, ഞാൻ പറഞ്ഞ വാക്ക് എനിക്ക് വന്ന പേര് വ്യക്തിയുടെ മാറിപ്പോയെങ്കിൽ ക്ഷമിക്കണം, ആ വ്യക്തിയുടെ എതിരെ എന്ത് ചെയ്തു? ദൈവം തിരിഞ്ഞു. അതിന്റെ കാരണം മോശയ്ക്കെതിരെ തിരിഞ്ഞാൽ മോശയുടെ അഭിഷേകത്തിന്റെ എതിരാണ് അവിടെ തിരിയുന്നത്. ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ഇവിടെ ദൈവം ഒരു വ്യക്തിയെ രാജാവായി അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്കെതിരെ ഒരാൾ തിരിഞ്ഞാൽ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ എതിരെയാണ് ആ വ്യക്തി തിരിയുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്ന അറിയാവോ? ദൈവം അനുകൂലമല്ല, ദൈവം പ്രതികൂലമാകുന്നു. ആമേൻ. ദൈവം പ്രതികൂലമാകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നന്നല്ല എന്ന് ബൈബിൾ പറയുന്നു. അങ്ങനെയെങ്കിൽ തിരിച്ചു നോക്കിക്കേ, അഭിഷേകമുള്ള വ്യക്തിയെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ ആ അഭിഷേകത്തിന്റെ പകർച്ച എൻ്റെ മേലേക്ക് വരും. ഞാൻ ഈ ദിവസങ്ങളിൽ അത് എടുക്കുന്നുണ്ട്. എനിക്ക് വന്ന അടുത്ത ദിവസങ്ങളിൽ നമുക്ക് അഭിഷേകത്തിന്റെ പകർച്ചകളെ പറ്റി കേൾക്കാൻ വേണ്ടി പോവാം. ആമേൻ. അപ്പൊ ഇവിടെ നോക്കിയേ, കാണാതെ പോയ അപ്പന്റെ കഴുതയെ തപ്പി വന്ന ശൗലിന് കിട്ടിയ 2 ഗുണം. ഒന്ന്, അവൻ രാജാവായി അഭിഷേകം ചെയ്തു. രാജാവിന്റെ മനസ്സ്. ഇപ്പൊ ചിലരുടെ കാര്യമാണോ? അതുവരെ ആടിനെ മേയിച്ച് നടന്നുകൊണ്ടിരുന്ന, കഴുതയെ മേയിച്ച് നടന്നുകൊണ്ടിരുന്ന, കുതിരയെ കഴുകി നടന്നുകൊണ്ടിരുന്ന മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ രാജാവാകുക എന്ന് പറഞ്ഞ നിസ്സാര കാര്യമാണോ? അല്ല, നിസ്സാര കാര്യമല്ല. ചുമ്മാ രാജാവാകാൻ പറ്റത്തില്ല. അതിനൊരു ക്വാളിറ്റി വേണം, ഒരു പ്രൗഢി വേണം, അതിനൊരു എന്താ പറയുക, രാജ്യം ഭരിക്കുവാൻ ഒരു ഗുണം വേണം. ഇതെല്ലാം അഭിഷേകം അവന് കൊടുത്തു. ഈ ദിവസങ്ങളിൽ നിങ്ങൾ എവിടെയാണോ തളർന്നിരിക്കുന്നത്, എവിടെയാണോ നിങ്ങൾ പതറി നിൽക്കുന്നത്, എവിടെയാണോ, ഏത് കുടുംബത്തിലാണോ, ജോലിയിലാണോ, സമൂഹത്തിലാണോ, എവിടെയാണോ നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്നത്, അവിടെ നിങ്ങളെ അഭിഷേകം മാനിക്കാൻ വേണ്ടി പോവാ. ആമേൻ. അഭിഷേകത്തിന് നിങ്ങളെ മാനിക്കാൻ പറ്റും. ഞാൻ ചോദിച്ചോട്ടെ, ഈ കഴുതയെ തപ്പി നടന്ന മനുഷ്യനെ ഒന്ന് ചുമ്മാ ചിന്തിച്ചു നോക്കി. കഴുതയെ തപ്പി നടന്നയാളാ. അപ്പൊ ആലോചിച്ച് നോക്കി, കുതിരയല്ല, കഴുതേനെ തപ്പി നടന്നയാളാ. ഈ മനുഷ്യനെ ഒരു രാജ്യത്തിന്റെ രാജപദവിയിലേക്ക് ഒരു ട്രെയിനിങ്ങും കൊടുക്കാതെ, ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ ലക്ഷക്കണക്കിന് ജനത്തെ ഭരിക്കുകയും അവിടെ നിങ്ങൾ നോക്കിയ ഫെലിസ്ത്യ സൈന്യത്തെ പരാജയപ്പെടുത്തുകയും വേണം. വലിയ വലിയ സൈന്യങ്ങളുണ്ട്. ഇവരുടെയൊക്കെ മുമ്പിൽ നിൽക്കുവാൻ അവന് ധൈര്യം വേണം. ആമേൻ. ഈ ധൈര്യമൊക്കെ ആര് കൊടുത്തു? അഭിഷേകം കൊടുത്തു. നിങ്ങൾ ശൗലിന്റെ വീഴ്ച നോക്കിയാൽ മതി. ശൗല് വീഴാനുള്ള മെയിൻ കാരണം അവൻ അഭിഷേകത്തെ മാനിച്ചില്ല. ദൈവഹിതത്തിന് വിരോധം പോയി. ദൈവഹിതത്തിന് വിരോധം പോയപ്പോൾ എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് നിരാശകൾ ഉണ്ടായി. ഇത് തന്നെയാണ് ദൈവഹിതത്തിന് വിരോധം പോകുമ്പോൾ നിങ്ങളുടെ അഭിഷേകത്തിന്റെ അകത്ത് കുറവുകൾ സംഭവിക്കുന്നു. അവിടെ എന്തുണ്ടാകുന്നു? നിരാശകൾ അകത്തോട്ട് പ്രവേശിക്കാൻ തുടങ്ങും. ആമേൻ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഒന്ന്, ദൈവഹിതത്തിൽ നിലനിൽക്കുമ്പോൾ നിങ്ങളുടെ അഭിഷേകം വർദ്ധിക്കും. ദൈവഹിതപ്രകാരം മൂവ് ചെയ്യുമ്പോൾ അഭിഷേകം വർദ്ധിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കുന്നത്. അഭിഷേകം വർദ്ധിക്കുന്നതിന്റെ തെളിവുകളാണ്. അഭിഷേകം എന്ന വാക്കിന്റെ അർത്ഥം അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന. അപ്പം ഒരു വ്യക്തി താൻ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന പർപ്പസിൽ നിലനിൽക്കുമ്പോഴാണ് തനിക്ക് ശോഭിക്കുവാൻ കഴിയുന്നത്. നിങ്ങളെ ഇപ്പോൾ ഒരു ഓഫീസിലോ എവിടെയെങ്കിലും ജോലിക്കാക്കിയെന്നിരിക്കട്ടെ, നിങ്ങൾ എല്ലാ ദിവസവും ജോലിക്ക് പോകാതെ ഏതെങ്കിലും വഴിയിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ആ ജോലിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, നിങ്ങൾക്ക് ശോഭിക്കാൻ കഴിയത്തില്ല. അവിടെ നിരാശയുണ്ടാവും. ഇതേപോലെ നിങ്ങളെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഒരു പദ്ധതിയുണ്ട്, ദൈവഹിതമുണ്ട്. അതിൽ നിലനിൽക്കാതെ വരുമ്പോഴാണ് പലപ്പോഴും നിങ്ങൾക്ക് ശോഭിക്കാൻ. അതാണ് അഭിഷേകം നിങ്ങളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നതാണ്. അനോയിന്റിങ് നിങ്ങളെ ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ വചനം നോക്കിയേ, യഹോവയുടെ ആത്മാവ്, 6-ാം വാക്യം, യഹോവയുടെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നിട്ട് നീയും അവരോട് കൂടെ പ്രവചിക്കും, നീ ആള് മാറിയവനായിത്തീരും. ആമേൻ. അപ്പം ആള് മാറിയവനായിത്തീരുന്നതാണ് അഭിഷേകം. നമ്മൾ ഈ ദിവസങ്ങളിൽ അന്യഭാഷ പറയുകയും ദൈവവചനം പറയുന്ന സഹോദരിമാരുടെ മീറ്റിങ്ങിൻ്റെ അകത്ത് അൻസിസ്റ്റർ പറയാൻ ഇടയായി തീർന്നല്ലോ. നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുകയും മറ്റുള്ളവരെ കാണിക്കുന്ന എന്താ പറയുക ദോഷത്തിന് പകരം ദോഷവും അതങ്ങനെ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ നാവ് കൊണ്ട് അനുഗ്രഹം പറയുന്ന നാവ് കൊണ്ട് നമ്മൾ ശാപവാക്കുകൾ പറയുമ്പോൾ നിങ്ങളുടെ അഭിഷേകം അവിടെ ഇടിയുകയാണ്. എന്താണ് അഭിഷേകം എന്ന് പറഞ്ഞാൽ? ദൈവം അപ്പോയിന്റ് ചെയ്തതിൽ നിന്നും നമ്മൾ വ്യതിചലിച്ചു മറ്റൊന്നിലേക്ക് പോകുന്നു. അനുഗ്രഹം അനുഭവിക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, പക്ഷെ നമ്മൾ ശാപത്തിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് പലരും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോണം? അഭിഷേകത്തെ ജ്വലിപ്പിക്കുന്നത് എങ്ങനെയാണ്? കർത്താവിൻ്റെ ഹിതം അന്വേഷിക്കുന്നതിലൂടെ. ദൈവഹിതം നിൽക്കണം നിങ്ങൾ. ദൈവഹിതപ്രകാരം നിലനിൽക്കുന്നവരാകണം നിങ്ങൾ.
ആരെങ്കിലും പറയുന്ന കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നവരാകരുത്. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് സഹോദരിമാരുടെ മീറ്റിങ്ങിൽ ആ വാക്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, കയ്പും ഒരേ ദ്വാരത്തിൽ നിന്ന് കയ്പും മധുരവും വരത്തില്ല. അത് നിങ്ങൾക്ക് നന്നല്ല. ശാപവും അനുഗ്രഹവും ഒരേ വായിന്ന് വരരുത്. നീ മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറെ അന്യഭാഷ പറഞ്ഞിട്ട് കാര്യമില്ല. നീ നശിക്കത്തുള്ളൂ, ഗതി പിടിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വചനം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അഭിഷേകം ജ്വലിക്കത്തില്ല, പകരം നിങ്ങൾ മറ്റേതെങ്കിലും മേഖലയിലേക്ക് വഴിതിരിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ മേലിട്ടിരിക്കുന്ന അഭിഷേകത്തെ എന്ത് ചെയ്യണം? നിങ്ങൾ ജ്വലിപ്പിക്കുന്നവരായി മാറണം. നിങ്ങൾ ജ്വലിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ഹിതം നിങ്ങൾ അന്വേഷിക്കുമ്പോൾ. ഇപ്പൊ ഉദാഹരണം പറയാം, ശൗലിനെ ദൈവം രാജാവായി അഭിഷേകം ചെയ്തു എന്നും പറഞ്ഞിട്ട് ശൗൽ എന്ത് ചെയ്തു? തിരിച്ച് വീട്ടിൽ പോയിട്ട് പിറ്റേ ദിവസം ശൗൽ എന്ത് ചെയ്യുക? അവിടെ പെരയ്ക്കകത്ത് കയറിയിരിക്കുക. എനിക്കൊന്നും പറ്റത്തൊന്നുമില്ല, എന്നെയൊന്നും രാജാവാകാൻ പറ്റുള്ള ക്വാളിറ്റി ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ശൗല് വീണ്ടും അപ്പൻ്റെ കഴുതയെ തീറ്റിക്കാൻ വേണ്ടി പോയെങ്കിൽ അവൻ്റെ ഗതി അതോ ഗതി. പക്ഷെ ശൗൽ എന്ത് ചെയ്തു? മടങ്ങി വന്നു, പ്രവാചകനിലേക്ക് മടങ്ങി വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ദൈവം എന്താണോ ഏൽപ്പിച്ചിരിക്കുന്നത് അതിലേക്ക് അവൻ സ്റ്റെപ്പ് എടുത്ത് വെച്ചു. സ്വന്തമായിട്ട് പുള്ളിക്ക് അറിയാം, എനിക്കുള്ള കഴിവൊന്നുമില്ല, എനിക്ക് രാജാവാനുള്ള ക്വാളിറ്റി ഒന്നുമില്ല. പക്ഷെ താൻ ദൈവഹിതത്തിന് വേണ്ടി എന്ത് ചെയ്തു? സ്റ്റെപ്പ് എടുത്തു വെച്ചു. ആ സ്റ്റെപ്പ് എടുത്തു വെച്ചതാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ഇവിടെ നിങ്ങൾ താഴെ നോക്കിയേ, അതിനവൻ അവിടുത്തുകാരിൽ ഒരുവൻ ആരാകുന്നു ഇവന്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞു. ആകയാൽ ശൗലും ഉണ്ടോ പ്രവാചകഗണത്തിൽ എന്നുള്ള പഴഞ്ചൊല്ലായി തീർന്നു. അവൻ പ്രവചിച്ച് കഴിഞ്ഞ ശേഷം ഗിബയോയിലെത്തി ശൗലിന്റെ ഇളയപ്പൻ അവനോട് അവന്റെ ഭൃത്യന്മാരോട് നിങ്ങൾ എവിടെ പോയിരുന്നു ചോദിച്ചു. കഴുതയെ തിരയുവാൻ പോയിരുന്നു, അവയെ കാണാതെയാകയാൽ ഞങ്ങൾ ശമൂവേലിന്റെ അടുക്കലേക്ക് പോയി. അവൻ പറഞ്ഞു, ശമൂവേൽ നിങ്ങളോട് പറഞ്ഞത് എന്നെ അറിയിക്കണമെന്ന് ശൗലിന്റെ ഇളയപ്പൻ പറഞ്ഞു. ശൗൽ അവന് ഇളയപ്പനോട് കഴുതകളെ കണ്ടുകെട്ടിയിരിക്കുന്നു എന്ന് അവൻ ഞങ്ങളോട് തിട്ടമായി അറിയിച്ചു എന്ന് പറഞ്ഞു. അതിന് ശമൂവേൽ രാജ്യത്വം സംബന്ധിച്ചു പറഞ്ഞു. അത് അവൻ അവനോട് പറഞ്ഞറിയിച്ചു. അനന്തരം ശമൂവേൽ ജനത്തെ മിസ്പയിൽ യഹോവയുടെ സന്നിധിയിൽ വിളിച്ചുകൂട്ടി ഇസ്രായേൽ മക്കളോട് പറഞ്ഞു എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന് മിസ്രൈമിന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിച്ചു, ഉപദ്രവിച്ച സകല രാജ്യക്കാരുടെയും കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിച്ചു. നിങ്ങളോ സകല അനർത്ഥത്തിൽ നിന്നും കട്ടത്തിൽ നിന്നും നിങ്ങളെ രക്ഷിച്ച നിങ്ങളുടെ ദൈവത്തെ ഇന്ന് ത്യജിച്ചു. ഞങ്ങൾക്ക് ഒരു രാജാവിനെ നിയമിക്കണമെന്ന് അവനോട് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ഇപ്പോൾ ഗോത്രമായും സഹസമുദ്രമായും യഹോവയുടെ സന്നിധിയിൽ നിൽപ്പീൻ. അങ്ങനെ ശമൂവേൽ ഇസ്രായേൽ ഗോത്രങ്ങളെല്ലാം അടുത്ത് വരുമാറാക്കി ബെന്യാമിൻ ഗോത്രത്തിൽ ചീട്ടിട്ടു. അവർ ബെന്യാമിൻ ഗോത്ര കുടുംബമായെങ്കിൽ അടുത്ത് നിൽക്കുന്ന ചീട്ടിട്ടു. പിന്നെയും കീശിന്റെ മകനായ ശൗലിനെ ചീട്ടു വീണു. അവർ അവനെ അന്വേഷിച്ചപ്പോൾ കണ്ടില്ല. അടുത്തത് നോക്കിയേ, അവർ പിന്നെയും യഹോവയോട് അയാൾ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിന് യഹോവ അവൻ സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കിയേ, ശൗലിന്റെ മേൽ അഭിഷേകം വന്നിട്ട് പുള്ളിക്ക് ധൈര്യമില്ല. ശൗൽ എന്ത് ചെയ്യുന്നു? ഒളിച്ചിരിക്കുകയാണ്. അവർ ഓടിച്ചെന്ന് അവിടെ നിന്നും അവനെ കൊണ്ടുവന്ന് ജനമധ്യ നിന്നപ്പോൾ അവൻ ജനത്തിന്റെ എല്ലാവരെക്കാൾ തോൾ മുതൽ പൊക്കമേറിയവനായിരുന്നു. അപ്പോൾ ശമൂവേൽ സർവ്വജനത്തോടും, യഹോവ തിരഞ്ഞെടുത്തവൻ നിങ്ങൾ കാണുന്നുവോ? സർവ്വജനത്തിലും അവനെപ്പോലെ ഒരുത്തനും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ജനമെല്ലാം രാജാവേ ജയ ജയ എന്നാർത്തു. അതിനുശേഷം ശമൂവേൽ രാജധർമ്മം ജനത്തെ പറഞ്ഞു കേൾപ്പിച്ചു. ഒരു പുസ്തകത്തിനും എഴുതി യഹോവയുടെ സന്നിധിയിൽ വെച്ചു. പിന്നെ ശമൂവേൽ ജനത്തെ എല്ലാം വീട്ടിലേക്ക് പറഞ്ഞയച്ചു. നോക്കിയേ, ഇവിടെ ജനമെല്ലാം രാജാവേ ജയ ജയ എന്നാർത്തു. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഈ രാജാവായ അഭിഷേകം കിട്ടിയിട്ട് പോലും ഇദ്ദേഹം പിന്നെ ഒളിക്കുവാൻ ആഗ്രഹിക്കുക. പക്ഷെ ദൈവം ഒരു പദവിയിലേക്ക് കൊണ്ടുവച്ചാൽ നിങ്ങളെ ആളുകൾ ഇന്നലെ കണ്ടതുപോലെയല്ല. ഇവിടെ നോക്കിയേ, ഇന്നലെ വരെ അപ്പന്റെ കഴുതയെ അന്വേഷിച്ച് നടന്നവനെ ഇപ്പൊ വിളിക്കുക രാജാവേന്ന്. പദവി മാറിയത് കണ്ടോ? ഇതാണ് അഭിഷേകം. അഭിഷേകം നിങ്ങളുടെ മേൽ വന്നാൽ ഇന്നലകളിൽ നിങ്ങളെ കണ്ടതുപോലെയല്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്നെ ഇന്നലകളിൽ കണ്ട പല ആളുകളും ഇന്ന് അവരെന്നെ കാണുന്നത് അഭിഷേകമുള്ള ഒരു വ്യക്തിയായിട്ടാണ്. എൻ്റെ കഴിവല്ല. ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞു, എൻ്റെ വിദ്യാഭ്യാസം നോക്കിയാൽ, കുടുംബമഹിമ നോക്കിയാൽ ഒരു മനുഷ്യനും എന്നെ ബഹുമാനിക്കത്തില്ല. പക്ഷെ അഭിഷേകമുള്ളത് കൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളെ ഒഴിച്ചു നിർത്തിയിട്ട് ഒരു പരിപാടിയും ആർക്കും ചെയ്യാൻ കഴിയത്തില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾ വീട്ടിലായിക്കോട്ടെ, ജോലി സ്ഥലത്തായിക്കോട്ടെ, ഏത് രാജ്യത്തായിക്കോട്ടെ, നിങ്ങളുടെ മേൽ അഭിഷേകമുണ്ടോ, അഭിഷേകത്തെ ജ്വലിപ്പിക്കുവാൻ മനസ്സുള്ളവരാണോ നിങ്ങളെ വിട്ടേച്ച് ഒരു പരിപാടിയും ഒരു സ്ഥലത്തും നടക്കത്തില്ല. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഒരു രാജാവ് എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുവോ?
ഇവിടെ ഒളിച്ചിരിക്കുന്നവനെ വിളിക്കുക രാജാവേ എന്ന്. ഇതാണ് അഭിഷേകം. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലായിരിക്കാം, നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളെ തന്നെ മതിപ്പില്ലായിരിക്കാം, നിങ്ങളെ തന്നെ നിങ്ങൾക്ക് ഒരു വിലയില്ലായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പാ, നിങ്ങൾ അഭിഷേകം പ്രാപിച്ചവരാ, രാജകീയ അഭിഷേകം പ്രാപിച്ചവരാ, പൗരോഹിത്യ അഭിഷേകം പ്രാപിച്ചവരാ. നിങ്ങൾ പറഞ്ഞാൽ ചിലത് നടക്കും, നിങ്ങൾ പറഞ്ഞാൽ മരിച്ചത് ഉയർക്കും, നിങ്ങൾ പറഞ്ഞാൽ രോഗികൾ സൗഖ്യമാകും, നിങ്ങൾ പറഞ്ഞാൽ ഭൂതങ്ങൾ പുറത്തു പോകും, നിങ്ങൾ പറഞ്ഞാൽ സാക്ഷാൽ ലൂസിഫർ വരെ അവിടെ നിൽക്കും. അറിയാവോ? പക്ഷെ നിങ്ങൾക്കിത് അറിയത്തില്ല ഇപ്പോഴും. ഇതാണ് അഭിഷേകം. ഈ ദിവസങ്ങളിൽ വിളിച്ചു പറയണം, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നത് എന്നിലൂടെ. എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത് എന്നിലൂടെയാന്ന് പറ. എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത് എന്നിലൂടെയാണ്. ആമേൻ. അപ്പൊ അഭിഷേകത്തെ ജ്വലിപ്പിക്കുന്നവരാകണം നിങ്ങൾ. ഇതുകൊണ്ടാണ് ദാവീദ് രാജാവിനെ പോലെയുള്ള ആളുകൾ വെറുതെ ഇരുന്നില്ല. അവരെന്ത് ചെയ്തു? ദൈവത്തെ ആരാധിച്ചും ദൈവിക വാക്തത്വങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാവോ? അവരുടെ മേൽ ഇട്ടിരുന്ന അഭിഷേകം ചലിക്കുവാൻ തുടങ്ങി. അവർ ചെന്ന സ്ഥലങ്ങളിൽ അഭിഷേകം ചലിക്കുവാൻ, പലരും അഭിഷേകത്തെ മൈൻഡ് ചെയ്യുന്നില്ല. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ദിവസങ്ങളിൽ ഇന്റർനെറ്റും ഒക്കെ കൂടുതൽ റീചാർജ് ചെയ്യാൻ പറഞ്ഞിട്ട് ആരൊക്കെ റീചാർജ് ചെയ്തു? അത് ഇപ്പോഴും 1 GB ആയിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. എന്നാളെ ചോദിച്ചായിരുന്നു, ഇപ്പം എത്ര ഏറ്റവും കൂടുതൽ GB ഡെയിലി കിട്ടുന്നത്? അല്ല 1 GB അല്ല. ഇപ്പൊ എത്ര GB ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഒരു ദിവസം? അൺലിമിറ്റഡ് ഇപ്പൊ ഉണ്ടോ? 2 GB അൺലിമിറ്റഡ് ഒക്കെ ഉണ്ട്. ഉണ്ട് ബ്രദർ, അൺലിമിറ്റഡ് ഉണ്ട്. ഓക്കെ, അൺലിമിറ്റഡ് എത്ര രൂപ? അൺലിമിറ്റഡ് എത്ര രൂപ? 2 GB per day. നാട്ടില് 2000 രൂപയ്ക്ക്. അൺലിമിറ്റഡ് എത്രയാ ഒരു മാസം? ഇവിടെ കേരളത്തില് 2 GB പെർ ഡേ ആണ് മാക്സിമം നമ്മൾ മറ്റേ സർവീസ് പ്രൊവൈഡേഴ്സ് തരുന്നത്. 2 GB പെർ ഡേ അത് മാക്സിമം. ബാക്കിയൊക്കെ ആണെങ്കിൽ പിന്നെ അത് ഭയങ്കര റേറ്റാ. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതലൊക്കെ ഈ ദിവസങ്ങളിൽ എടുത്തു വെച്ചോണം. നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, വചനം കേൾക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ ഇന്റർനെറ്റും ഒക്കെ മുടക്കുന്നത് എനിക്ക് അനുഗ്രഹമാണ്. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലായിരുന്ന സമയത്ത് അന്ന് എനിക്ക് തോന്നുന്നത് ഡെയിലി 3 GB 4 GB ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ നമ്മൾ ഒന്നുമില്ലാതെ നടന്ന കാലഘട്ടത്തിൽ പോലും എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥന മുടങ്ങാതെ ചെയ്യുമായിരുന്നു. എന്തെങ്കിലുമൊക്കെ മുടങ്ങാതെ, ഒന്നില്ലെങ്കിൽ ഒരു വോയിസ് റെക്കോർഡാണെങ്കിലും ഞാൻ അയച്ചുകൊണ്ടിരിക്കും. കാര്യം എൻ്റെ അകത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് എൻ്റെ അഭിഷേകത്തെ ഒന്ന് ജ്വലിപ്പിക്കണം. അതിന് ഞാൻ കർത്താവിൻ്റെ വചനം, ദൈവഹിതത്തിൻ്റെ അകത്ത് നിലനിൽക്കുവാൻ ആഗ്രഹിച്ചു. കർത്താവിൻ്റെ വചനം പറഞ്ഞുകൊണ്ടിരുന്നു, അന്യഭാഷയിലുള്ള പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരുന്നു. അവിടെ എന്ത് സംഭവിച്ചെന്നറിയാവോ? എൻ്റെ അകത്തിരുന്ന അഭിഷേകം ജ്വലിക്കുവാൻ തുടങ്ങി. പലർക്കും സംഭവിച്ചതെന്നറിയാവോ? ദൈവം ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ വീണ്ടും പറയുന്നു, രാജകീയ അഭിഷേകം ലഭിച്ച വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ശൗലിനെ പോലെ ഒളിച്ചിരിക്കരുത്. ശൗലിന് മനസ്സിലായില്ല തൻ്റെ മേലിട്ട് അഭിഷേകം എന്നാന്ന്. താൻ വലിയ പ്രവചനമൊക്കെ പ്രവചിച്ചിട്ട് വന്ന് നിൽക്കുമ്പോഴും താൻ തൻ്റെ പേര് വിളിക്കുന്ന സമയത്ത് താൻ എന്ത് ചെയ്യാണ്? പാത്രങ്ങളുടെ ഇടയിൽ പോയി ഒളിച്ചിരിക്കുക. പക്ഷെ ജനം അദ്ദേഹത്തെ രാജാവായി കണ്ടു കഴിഞ്ഞു. ഏതും പോരാത്ത ഇസ്രായേൽ മക്കൾ ഒരാളെ രാജാവെന്ന് വിളിക്കണമെങ്കിൽ നിസ്സാര കാര്യമല്ല. അവരെ കൊണ്ട് അത് വിളിപ്പിക്കുന്ന ദൈവമുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങളെ എതിർക്കുന്നവരെ, നിങ്ങളെ പരിഹസിക്കുന്നവരെ, നിങ്ങളെ നിന്ദിക്കാൻ നിൽക്കുന്നവരെ കൊണ്ട്, നിങ്ങളെ കൊണ്ട് ജയ വിളിപ്പിക്കുന്ന ദിവസങ്ങൾ വരാൻ വേണ്ടി പോവാണ്. അഭിഷേകത്തെ ഒന്ന് ജ്വലിപ്പിക്കണം. അഭിഷേകത്തെ ജ്വലിപ്പിക്കണം. പ്രാർത്ഥന എന്ന് പറയുന്നത് ഫോർമാലിറ്റി ആകരുത്, വാശിയായിരിക്കണം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ. അതിന് അഭിഷേകത്തെ ജ്വലിപ്പിക്കണം. അല്ലാതെ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അതിൽ കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മേലിട്ടിരിക്കുന്ന അഭിഷേകം. അതുകൊണ്ടാണ് നമ്മൾ അന്യഭാഷാ പ്രാർത്ഥനകളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്നലെ വളരെ സന്തോഷം, ഇന്നലെ പാതിരാത്രി 2 മണിയോളം ഇന്ത്യൻ സമയത്ത് ആ പ്രാർത്ഥന നീണ്ടുപോയെങ്കിലും ദൈവകൃപയാൽ അനേക ആളുകൾ ആ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. കർത്താവ് വലിയ രീതിയിൽ അത് കൊണ്ടുപോകാൻ ഇടയായി തീർന്നു. അതൊക്കെയും ഞാൻ പറഞ്ഞില്ല, വേണമെങ്കിൽ നമ്മുടെ മുമ്പിൽ ഓപ്ഷനുകളുണ്ട്. പക്ഷേ നമ്മുടെ മുമ്പിൽ ഈ ദിവസങ്ങളിൽ അഭിഷേകം, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. ഞാനിവിടെ ഒരു പ്രാർത്ഥന കേരളത്തിൽ എവിടെയെങ്കിലും ക്രമീകരിച്ചാൽ, ലോകത്തിൽ എവിടെ ആയിക്കോട്ടെ ക്രമീകരിച്ചാൽ, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുന്നതിൻ്റെ കാരണം എന്നെ കാണാനാണോ അതോ എൻ്റെ മേലിട്ടിരിക്കുന്ന അഭിഷേകത്തിൻ്റെ കാണോ? ഒന്ന് പറ. അഭിഷേകമാണ്. ഞാൻ പറഞ്ഞല്ലോ, ആർക്കും വേണ്ടാതെ കുപ്പയിൽ കിടന്നയാളായിരുന്നു ഞാൻ. ഒരു മനുഷ്യനും വേണ്ടാതെ കുപ്പയിൽ കിടന്നയാളായിരുന്നു ഞാൻ.
ഞാൻ ഈ 2012 മുമ്പ് എറണാകുളം പട്ടണത്തിലോ കോട്ടയം പട്ടണത്തിലോ തൃശ്ശൂർ പട്ടണത്തിലോ ഏത് പട്ടണത്തിൽ നിന്നാലും ഒരു മനുഷ്യനും വേണ്ടാതെ കുപ്പയിൽ കിടന്നയാളാ ഞാൻ. ഒന്നിനും കൊള്ളാത്തയാളാ. പക്ഷെ ദൈവത്തിന്റെ അഭിഷേകം വന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു? നിങ്ങൾക്കൊരു ആകർഷണം ഉണ്ടായി. കാര്യം നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ബ്രദറിന്റെ അകത്ത് എന്തോ ഉണ്ട്, ബ്രദറിന്റെ കൈവെപ്പിൽ എന്തോ ഉണ്ട്, ആ നാവിലൂടെ എന്തോ ഒരു സംഭവം എനിക്ക് ലഭിക്കാൻ വേണ്ടിയുണ്ട്. അതുകൊണ്ടാണ് നോക്കിയേ, ശൗൽ അവിടെ പ്രവചിക്കുകയാണ്. ഇതിനു മുമ്പ് പ്രവചിച്ചിട്ടുണ്ടോ? ഇല്ല. അവിടെ ഒരാൾ കളിയാക്കി പറയും. നോക്കിയേ, അത് കളിയാക്കുമല്ല, അവിടെ നാട്ടിലൊരു വർത്തമാനമായി, ശൗലും പ്രവാചകനോ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു ചോദ്യം ഉണ്ടായി. അതിന്റെ കാരണം എന്താണെന്നറിയാവോ? അഭിഷേകം. അഭിഷേകം. ഞാൻ ഇന്നേ വരെ ഞാൻ പലപ്പോഴും ജയ്മേ, ഞാൻ അഭിഷേകമുള്ള ഒരു വ്യക്തിയുടെയും കുറ്റം പറയാൻ പോകത്തില്ല. ചിലർ പറയും, ബ്രദറെ ആ വ്യക്തി എന്തുവാ കാണിച്ചത്, ആ വ്യക്തി എന്ത് വർത്തമാനമാണ് യൂട്യൂബിൽ പറഞ്ഞത്, ഞാൻ ഒരിക്കലും പറയാൻ ശ്രമിക്കത്തില്ല. എൻ്റെ വായിന്ന് അറിയാതെ വന്നു പോയി കഴിഞ്ഞാൽ ഞാൻ എല്ലാവരും കേൾക്കെ കർത്താവേ ക്ഷമ പറയും. എന്നോട് തന്നെ ദൈവത്തിന് ഞാൻ ഏറ്റു പറയും. കാര്യം എനിക്കറിയാം, അദ്ദേഹത്തെ ആയിക്കോട്ടെ മിസ്റ്റേക്കുകൾ സംഭവിച്ചേക്കാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ അകത്തിട്ടിരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. മോശയ്ക്ക് കുറവുകൾ ഉണ്ടായിരുന്നു, പക്ഷെ മോശയ്ക്കെതിരെ തിരിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവം പറയാണ്, അവൻ മോശയ്ക്കെതിരെയല്ല എനിക്കെതിരെയാ തിരിഞ്ഞത്. കണ്ടോ? ആരാ മോശ? 80 വയസ്സുള്ള അപ്പച്ചനെ ആർക്ക് വേണം അല്ലേ? പക്ഷെ തമ്പുരാൻ പറയും, 80 വയസ്സുള്ള അപ്പച്ചനെ നീ കാണുന്നുള്ളൂ, അവന്റെ മേൽ ഞാൻ ഇട്ടിരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ലക്ഷക്കണക്കിന് ജനത്തെ നടത്തുന്ന ഒരു ലീഡർഷിപ്പ് അഭിഷേകമുണ്ട്. കടലിനെ കീറി മുറിക്കാൻ കഴിയുന്ന ഒരു അഭിഷേകം അവന്റെ മേലുണ്ട്. ആകാശത്തുനിന്ന് മഞ്ഞ കൊഴിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്ന ഒരു അഭിഷേകമുണ്ട് അവന്റെ മേൽ. ആ അഭിഷേകമാണ് അവരെന്ത് ചെയ്തത്? എതിർത്തത്. അപ്പൊ ഓർത്തോണം, നിങ്ങളുടെ അകത്തിരിക്കുന്ന അഭിഷേകത്തെ ജ്വലിപ്പിക്കണം. ഇന്ന് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ പങ്കുചേരുമ്പോൾ, കൂട്ടായ്മ ആചരിക്കുമ്പോൾ നിങ്ങളുടെ അകത്തിരിക്കുന്ന അഭിഷേകം ജ്വലിച്ചുകൊണ്ടിരിക്കുക. അത് കളയരുത്. ഇന്ന് സൗകര്യമാരുടെ മീറ്റിംഗ് പറഞ്ഞതുപോലെ, വാഗൊണ്ട അനാവശ്യ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ശോഭിക്കേണ്ട മേഖലയിൽ നിങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക. മറ്റുള്ളവരെ കുറ്റം പറയാൻ വേണ്ടി പോകുമ്പോൾ ആ ബ്രദറിന്റെ കുറ്റം, ഈ ബ്രദറിന്റെ കുറ്റം, ഇവരുടെ കുറ്റം, അവരുടെ കുറ്റം ഉള്ള വായിന്നെല്ലാം അവിശ്വാസത്തിന്റെ വാക്കുകൾ വരുമ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളെ തന്നെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എന്ത് കുറ്റം ഉണ്ടായിരിക്കോട്ടെ, അത് നിങ്ങൾ നേരി കണ്ടതായിക്കോട്ടെ, അയ്യോ ബ്രദറെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ അയാൾ അങ്ങനെ ഒരു പരിപാടി പ്രാർത്ഥനക്കാരൻ ചെയ്യുന്നത്, അങ്ങനെയെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ആ വ്യക്തിക്ക് ഒരു തെറ്റുപറ്റി യേശുവേ, ഞാൻ കണ്ടതാണ് യേശുവേ, അയാളൊരു മാനസാന്തരം കൊടുക്കണേ അപ്പ. അല്ലാതെ 100 പേരോട് പറയുന്നതല്ല അഭിഷേകം. ആ വ്യക്തിയെ യഥാസ്ഥാനപ്പെടുത്തുവാൻ കഴിയും നിങ്ങൾക്ക്. പൗലോസ് പറയുന്നുണ്ട്, നിന്റെ സഹോദരൻ നീ യഥാസ്ഥാനപ്പെടുത്തുന്നവനാകണം. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ദിവസങ്ങളിൽ ഈ ഒരു വചനം ഒരു പ്രവചനമായി ഏറ്റെടുത്തു. നിങ്ങളെ കളിയാക്കിയവർ രാജാവേ എന്ന് വിളിച്ച് ശമൂവേലിനെ ഇന്ന് പറഞ്ഞതുപോലെ നിങ്ങളെ ജയ വിളിക്കാൻ വേണ്ടി പോവാ. പരിഹസിച്ചവർ അഭിഷേകം മറുപടി കൊടുക്കാൻ വേണ്ടി പോവുക. അഭിഷേകത്താൽ മറുപടികൾ വെളിപ്പെടാൻ വേണ്ടി പോവുക. നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിയുടെ വ്യാപാരം ഇന്ന് ഓരോ വ്യക്തികളുടെ മേൽ ഉണ്ടായി വരട്ടെ. അവരുടെ സകല ബുദ്ധിമുട്ടുകളും സാക്ഷ്യമായി മാറട്ടെ. ദൈവിക അഭിഷേകത്തിൻ്റെ ശക്തി ഓരോരുത്തരുടെ മേൽ വെളിപ്പെടട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഒരു കിഷോറും ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട്, കുടുംബത്തിൻ്റെ അകത്തുള്ളതാണെങ്കിൽ അറിയത്തില്ല, ആ കുടുംബക്കാരുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് തോന്നുന്നു. കിഷോറിനെയും ഒരു ഋഷി എന്ന് പറയുന്ന ഒരു വ്യക്തിയെയും കർത്താവ് ആ കുടുംബത്തിൽ കാണിക്കുന്നു. ഈ 2 പേരുകാരുമുള്ള കുടുംബം, സ്വന്തം കുടുംബമല്ല, ആ കുടുംബക്കാരിലുള്ളതാണ്, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ അകത്തുള്ളതാണ്. ഈ 2 പേരുകാരുമായിട്ട് ബന്ധപ്പെട്ട കുടുംബത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കാൻ വേണ്ടി പോകുന്നു. ഒരു സ്ഥല സംബന്ധമായി ബന്ധപ്പെട്ട് കുടുംബങ്ങളുടെ മേൽ, തലമുറകളുടെ മേൽ കെട്ടിവെച്ചിരിക്കുന്നതിനെ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, കർത്താവിൻ്റെ വലിയ സാക്ഷ്യമായി ഇന്ന് ആ കുടുംബം തീരട്ടെ. ഞങ്ങളത് റിലീസ് ചെയ്യുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സകല പ്രതികൂലങ്ങളും അവിടെ നീങ്ങട്ടെ. സകല പ്രതിസന്ധികളും അവിടെ നിന്ന് മാറട്ടെ. ഞങ്ങൾ ഇപ്പോൾ തന്നെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ, ദൈവപ്രവർത്തികൾ ആ കുടുംബങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. ദൈവാത്മാവിൻ്റെ ശക്തി ആ കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടട്ടെ അപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ, ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, ദൈവാത്മാവെ ഇന്നങ്ങ് സഹായിക്കുന്നല്ലോ. സൂമിൽ പറയാനുള്ളവരാണെങ്കിൽ മാത്രം നിങ്ങൾ മ്യൂട്ടും മാറ്റുക. അല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്തേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ഇന്ന് സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, കുടുംബം എന്നെ കേൾക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിൻ്റെ മേൽ ദൈവപ്രവർത്തികൾ നടക്കുന്നു. ആമേൻ.
ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ മറ്റൊരു ഭവനം എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭവനത്തിന്റെ ഒരു കുടുംബത്തിന്റെ അകത്തൊരു അപ്പച്ചന്റെ ഒരു ഫോട്ടോ ഞാൻ കാണുന്നത്. പഴയ കാലത്തെ ഒരു ഫോട്ടോയാണ്. അപ്പച്ചൻ ഷർട്ടൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് ഞാൻ കാണുന്നത്. കണ്ണാടി വെച്ചിട്ടുണ്ട്. അപ്പച്ചന്റെ ഫോട്ടോയ്ക്കകത്ത് ഒരു കാണുന്ന ഒരു കാഴ്ച ഞാൻ ആ ഭവനത്തിന്റെ അകത്ത് ഞാൻ കാണുന്ന കാഴ്ച, ആ ഫോട്ടോ വെച്ചിരിക്കുന്ന അപ്പച്ചന് ആ കുടുംബത്തിന്റെ അകത്ത് 3 തലമുറകളുണ്ട്. പക്ഷെ ഇപ്പോൾ അവിടെ താമസിക്കുന്ന കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്. നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം മാനിക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ ചിത്രമിരിക്കുന്ന ആ കുടുംബത്തെ ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പം ദൈവ പ്രവർത്തികൾ ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ ഉണ്ടായി വരട്ടെ. സകല തടസ്സങ്ങളും നീങ്ങി ദൈവത്താലുള്ള സാക്ഷ്യം ഇന്ന് ആ കുടുംബത്തിന് മേലുണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഞാൻ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പാ, നന്മയായി തീരട്ടെ. സകല വിഷയത്തിന്റെ മേലും യേശുവിന്റെ നാമത്തിൽ ഇന്ന് സാക്ഷ്യമായി തീരട്ടെ. കർത്താവ് ഇന്ന് സൂമിലോ ലൈവിലോ ആ ഭവനം കേൾക്കുന്നുവെങ്കിൽ ഇന്ന് യേശുവിന്റെ നാമത്തിൽ സ്വന്തം ശരീരത്തിലൂടെ കൈയെടുത്ത് വെച്ചിട്ട് ഞാൻ ഈ ഭവനത്തിൽ ഒരു സാക്ഷിയായി തീരും, ഞാൻ ഈ ഭവനത്തിൽ ഒരു അനുഗ്രഹമായി തീരും എന്ന് യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് ആലോചനയെ സ്വീകരിച്ചാട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം അവിടെ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഞങ്ങൾ ഇപ്പോൾ തന്നെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോ പറഞ്ഞോ. ബ്രദറെ, ഞാനത് ഏറ്റെടുക്കുന്നത് എന്റെ ഫാദറിന്റെ ഫോട്ടോയെ അത് ഉടുപ്പൊന്നും ഇല്ലാതെ അവിടെ വീട്ടിലുണ്ട്. ഇതിപ്പോ 3ാമത്തെ തലമുറയാണ്. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോ കർത്താവായ പറഞ്ഞതുപോലെ തന്നെ. ആമേൻ. കർത്താവ് ഇന്ന് അതിൻ്റെ അകത്ത് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി പോവാണ്. ദൈവം നിങ്ങളെ അത്ഭുതകരമായി നടത്താൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ മിന്നു എന്ന് പേര്, അത് ഒഫീഷ്യൽ നെയിമാണോ വിളിപ്പേര് എനിക്കറിയത്തില്ല, മിന്നു എന്നാണ് വിളിക്കുന്നത്. എം ആണ്. മിന്നു എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഉള്ളത്തിൽ പറയുകയാണ്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തെ ഞാൻ ആ ഭവനത്തെ അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തെ കർത്താവെ ആ ഭവനത്തിൻ്റെ മേൽ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. കർത്താവ് എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ പറയുന്ന ഒരു വാക്ക് ഇങ്ങനെ പറയുന്നത്, നഷ്ടങ്ങളെ ദൈവം ലാഭമാക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞത്. യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബവുമായിട്ട് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ അത് സ്വീകരിച്ചോ. ആ കുടുംബത്തെ ദൈവം പണിയാൻ വേണ്ടി പോകുന്നു. നഷ്ടങ്ങളെ ലാഭമാക്കാൻ വേണ്ടി പോകുന്നു പറഞ്ഞത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന് അധികാരമുള്ളത് പറയാൻ വേണ്ടിയാണ്. അതെ ബ്രദറെ, എന്റെ മരുമോളാണ് മിന്നു. എന്റെ മോൻ കെട്ടിക്കൊണ്ട മരുമോളാ മിന്നു. വിശ്വാസമായിരുന്നു, പക്ഷെ ഒത്തിരി പിന്മാറ്റത്തിന്റെ അവസ്ഥയിലൂടെയല്ല അവള് കടന്നുപോയി. സോദര അവരൊന്നിച്ച് തന്നെ താമസിക്കുന്നത്. പക്ഷെ എന്നാലും അവരുടെ കുടുംബജീവിതത്തിൽ അത്ര സ്വരച്ചേർച്ച ഇല്ലാത്തവണ്ണാണ് അവര് താമസിക്കുന്നത്. മിന്നു എന്നാണ് പേര്. ആ മിന്നു ഒഫീഷ്യൽ നെയിം തന്നെ മിന്നു. മിന്നു. അതാ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു പേര് വെക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് മിന്നു എന്നുള്ളത് വിളിപ്പേരാണോ ഒഫീഷ്യൽ പേരാണെന്ന് ചോദിച്ചത്. ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥന. നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം സാക്ഷിയാക്കാൻ വേണ്ടി പോകട്ടോ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇന്ന് നഷ്ടങ്ങളെ ലാഭമാക്കുന്ന ദൈവമാണ്. സാക്ഷ്യമാക്കി ദൈവം മാറ്റും. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഇപ്പോൾ തന്നെ തുറന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ദൈവത്തിന്റെ വലിയ മഹത്വം എന്ന് വെളിപ്പെടട്ടെ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം കൈവച്ച് ഈ ദിവസങ്ങളിൽ വലിയ രോഗസൗഖ്യം നിങ്ങളുടെ മേൽ പകരാൻ വേണ്ടി പോകുന്ന ദൈവം യേശുവിന്റെ നാമത്തിൽ ആ തല മുതൽ കാല് വരെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളുടെ മേൽ രോഗസൗഖ്യത്തിന്റെ അഭിഷേകത്താൽ നിങ്ങളെ നിറയ്ക്കുന്നു. യേശുവിന്റെ തിരുമുറിവിനാൽ അത്ഭുത വിടുതൽ, അത്ഭുത സൗഖ്യം ഇപ്പോൾ സംഭവിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ നാമത്തിൽ നിന്ന് ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു അനന്തുവിന്റെ ഭവനം, അനന്തു ഉണ്ട് ആ കുടുംബത്തിൽ. ഞാൻ അതുപോലെ തന്നെ അശ്വിനും ഉണ്ട്. അനന്തു അശ്വിനും ഉള്ളൊരു ഭവനം. അശ്വിൻ എന്നാണ് പേര്. അനന്തു അശ്വിൻ, ഈ 2 പേരുള്ള ഭവനത്തെ ഇന്ന് ദൈവം തൊടുന്നതായിട്ട് പറയുന്നു. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ആ ഭവനങ്ങളെ സ്വർഗം തൊടുന്നല്ലോ. ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ അനന്തുവിനെയും അശ്വിനെയും ഭവനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അത്ഭുത വിടുതൽ ഇപ്പോൾ സംഭവിക്കുന്നു. അത്ഭുത രോഗസൗഖ്യം
ഇപ്പോൾ നിങ്ങളുടെ മേൽ, ആ കുടുംബത്തിന്റെ മേൽ സംഭവിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. അപ്പൊ ആ ഭവനങ്ങൾ, ആ തലമുറകൾ ദൈവത്താൽ സാക്ഷ്യമായി തീരട്ടെ, ദൈവത്താൽ അനുഗ്രഹമായി മാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ നന്മയായി തീരട്ടെ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ആ രോഗമുള്ള ഭാഗത്തോട്ടൊന്ന് കൈയെടുത്ത് വെച്ച്, ഇപ്പോൾ തന്നെ എടുത്ത് വെച്ച് ഞാൻ ഇപ്പോൾ നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി പോവാണ്. സൗഖ്യം നമ്മുടെ അവകാശമാണ്. നമ്മൾ രോഗിയായിരിക്കുന്നതല്ല ദൈവത്തിന്റെ പ്ലാൻ, രോഗത്തിലിരിക്കുന്നതല്ല ദൈവത്തിന്റെ പ്ലാൻ. ഈ നിമിഷം കൈയൊന്ന് എടുത്തു വെച്ച് എന്നിട്ടൊന്ന് യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ച്, ഇത് ആരുടെയും കഴിവൊന്നുമല്ല, നിങ്ങൾക്ക് ദൈവം രോഗസൗഖ്യത്തെ ക്രിസ്തു യേശുവിന്റെ കാൽവരി ക്രൂശിലൂടെ നമുക്ക് സാധ്യമാക്കി തന്നിരിക്കുക. കൈയെടുത്ത് വെച്ച് എന്നിട്ട് ഇപ്പോൾ തന്നെ കൽപ്പിച്ച്, കർത്താവ് എൻ്റെ വേദനകളെ, എൻ്റെ രോഗങ്ങളെ യേശു ക്രൂശിൽ അനുഭവിച്ചതാ. ഇതിന് ശേഷം ഞാൻ ചോദിക്കും, അനുഭവിക്കണം. നമ്മൾ രോഗസൗഖ്യത്തെ അനുഭവിക്കണം, നമ്മുടെ അത്ഭുതത്തെ നമ്മൾ അനുഭവിക്കണം. സൗഖ്യം നമ്മുടെ അവകാശമാണ്, അത്ഭുതം നമ്മുടെ അവകാശമാണ്. ഇപ്പോൾ ഞാൻ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ വേദനകൾ വിട്ടുമാറട്ടെ, ചലിക്കാത്ത കൈകാലുകൾ ചലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആന്തരിക അവയവങ്ങളുടെ മേൽ ബലം വ്യാപരിക്കട്ടെ. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ കർത്താവ് എല്ലാ രോഗശക്തികളെയും ഞങ്ങൾ ഇപ്പോൾ തന്നെ പുറത്താക്കുന്നപ്പ ആ ശരീരത്തിന്റെ മേലുള്ള രോഗശക്തികൾ, രോഗത്തിന്റെ ദുരാത്മാക്കൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ ഇപ്പോൾ എന്ന് എന്താണോ ചെയ്യുവാൻ കഴിയാത്തത് അത് നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് സൂമിലോ ലൈവിലോ എന്നെ കേൾക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യത്തെ സ്വീകരിച്ചാട്ടെ. എന്നിട്ട് ചെക്ക് ചെയ്ത് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ശരീരത്തിന്റെ അകത്ത് വ്യത്യാസം കാണുന്നവർ, ഇപ്പോൾ തന്നെ വ്യത്യാസം അനുഭവിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, യേശുവിന്റെ രോഗത്തെ വഹിച്ചിരിക്കുന്നു, കർത്താവിന്റെ മുറിവ് എൻ്റെ അത്ഭുതമായി മാറിയിരിക്കുന്നു. ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആ റിസൾട്ട് ഉള്ളവർക്ക്, ആ സൗഖ്യം അനുഭവിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പറഞ്ഞാട്ടെ. കർത്താവേ, ഇന്ന് നിങ്ങളിപ്പം സൗഖ്യമായെന്ന് ഉറപ്പുള്ളവര്, ശരീരത്തിന്റെ അകത്ത് വേദന മാറിയെന്ന് ഉറപ്പുള്ളവര് മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റി പറഞ്ഞാൽ മതി. എനിക്കിപ്പോ വേദന മാറി. ഞാൻ പറഞ്ഞല്ലോ, രോഗസൗഖ്യം നമ്മുടെ അവകാശമാണ്, വിട്ടുകൊടുക്കരുത്. അത്ഭുതം നമ്മുടെ അവകാശമാണ്, ദൈവപ്രവർത്തികൾ നമ്മുടെ അവകാശമാണ്. അനുഭവിക്കുന്ന ആരെങ്കിലും ഇപ്പൊ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി പറയാനുള്ള അവസരമുണ്ട്. നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ സമയത്ത് രോഗമല്ല എൻ്റെ അവകാശം, എനിക്ക് പറഞ്ഞു പറയാനുണ്ട്. പറഞ്ഞു ഞാൻ 3 ദിവസമായി ബ്രദറെ ഒരു വെള്ളവും ഇത് എടുത്തതാണ് ബ്രദറെ. 3 ദിവസം കൊണ്ട് എന്റെ നടു മിന്നി പിടിച്ച് എനിക്ക് എണീക്കാനും നടക്കാനും ഒന്നും ഒക്കത്തില്ല, ജോലിയൊന്നും ചെയ്യാൻ ഒക്കത്തില്ല ബ്രദറെ. ഞാൻ ഇന്ന് ഈ നിമിഷം വരെയും കിടക്കുമായിരുന്നു ബ്രദറെ. ഇപ്പൊ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഇവിടെ എണീറ്റിരുന്നു. ഇപ്പൊ ബ്രദർ പറഞ്ഞ് ഞാൻ കൈവച്ച് പ്രാർത്ഥന, എനിക്ക് കുനിയാൻ ഒക്കത്തില്ല ബ്രദറെ. കുനിയെന്ന് പറഞ്ഞാൽ ഭയങ്കര പിടുത്തമായിരുന്നു. ഇപ്പൊ ഞാൻ ചെയ്ത് നോക്കി ബ്രദറെ, പൂർണ്ണ സൗഖ്യം ദൈവം തന്ന, എല്ലാ മഹത്വവും ദൈവത്തിന് ബ്രദറെ. ആമേൻ. കർത്താവെ, അങ്ങ് സൗഖ്യമാക്കി നിർവഹിക്കുന്ന മറ്റാരെങ്കിലും ഉണ്ടോ? സൗഖ്യം ലഭിച്ചിട്ട് മറ്റാരെങ്കിലും? ഇന്ന് പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നടുവിന് ഭയങ്കര വേദനയായിരുന്നു, കുനിയാൻ പറ്റത്തില്ല, കിടക്കുമായിരുന്നു. ഇപ്പോൾ ആ പ്രാർത്ഥനയിൽ യേശു സൗഖ്യമാക്കിയിരിക്കുന്നു. മറ്റാരെങ്കിലും അങ്ങനെ അനുഭവിക്കുന്നവരുണ്ടോ? ഈ ദിവസങ്ങളിൽ വിട്ടുകൊടുക്കരുത്. സൗഖ്യം എൻ്റെ അവകാശമാണ്. ഒന്ന് ചെക്ക് ചെയ്ത് എന്താണോ നിങ്ങളുടെ ബുദ്ധിമുട്ട്. ബാക്കി എല്ലാവരും മയക്കി മ്യൂട്ട് ചെയ്ത്. സൗഖ്യം അനുഭവിക്കുന്നവര് ഈ നിമിഷം സൗഖ്യം ഒരു എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട് ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. എൻ്റെ ഈ നടുവിന്റെ ഈ നട്ടെല്ലിന്റെ ഈ താഴെ ഭാഗത്തായിട്ട് എല്ലിന്റെ അവിടെ എനിക്ക് കുറെ ദിവസമായിട്ട് വേദനയുണ്ടായിരുന്നു. വേദനയല്ല, ഒരു കഴപ്പ് പോലെ ഒരു നിലത്തൊക്കെ ഞാൻ ഇരിക്കുവാണെങ്കിൽ എനിക്ക് അത് ഇരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാനിപ്പം ബ്രദർ പറഞ്ഞപ്പം കൈ വെച്ച് പ്രാർത്ഥിച്ചു. ഞാനിപ്പം തൊട്ടു നോക്കിയപ്പോ എനിക്ക് ആ വേദനയും കഴപ്പും എല്ലാം മാറിയിട്ടുണ്ട് ബ്രദറെ. ആമേൻ, ആമേൻ. ബ്രേസ് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര വേദനയും ബുദ്ധിമുട്ടുമായിരുന്നു. കൈ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോൾ തന്നെ ആ സൗഖ്യം ലഭിച്ചു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് അങ്ങ് സൗഖ്യമാക്കി നിർവഹിക്കുന്ന നന്ദി. അപ്പ മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റൊന്ന് ചെക്ക് ചെയ്ത് മറ്റാരെങ്കിലും അനുഭവിക്കുന്നുണ്ടോ? അങ്ങനെ സൗഖ്യം നമ്മുടെ അവകാശമാണ്. അങ്ങനെ തന്നെ പറഞ്ഞ് കൽപ്പിച്ച് സൗഖ്യം എന്റെ അവകാശമാണ്. അഭിഷേകത്തിന്റെ ശക്തി നിങ്ങളെ ഇപ്പൊ തൊടുകയാണ്. പറഞ്ഞു ബാക്കി എല്ലാരും മൈക്ക് മുട്ടിയത് പറയുന്ന ആള് മാത്രം. ഞാൻ ഇന്നലെ അന്യഭാഷയിൽ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നു. എനിക്ക് കാലിന്റെ മുട്ട് നല്ല വേദനയായിരുന്നു. 2 ആഴ്ചയായിട്ട് അത് കണ്ടിന്യൂസ് എനിക്ക് വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്നാൽ ഇന്നലത്തെ പ്രാർത്ഥനയിൽ, അന്യഭാഷ പ്രാർത്ഥനയിൽ 2 കർത്താവ് കൃപയാൽ സഹായിച്ചു അത് അറ്റൻഡ് ചെയ്യാന്. അങ്ങനെ വേദന പൂർണ്ണമായിട്ട് മാറി എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇന്ന്
ഇപ്പോൾ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ മുട്ടുവേദന കംപ്ലീറ്റ് ആയിട്ട് മാറി. ഇന്നലെ അതിവേദന എനിക്ക് മാറിയായിരുന്നു. ഇന്നിപ്പോഴും പൂർണ്ണമായിട്ടും കർത്താവ് സൗഖ്യം തന്നു. നന്ദി ആമേൻ. യേശുവേ. പ്രിയ സഹോദരന്റെ കാലിന് അതിയായ വേദനയായിരുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്നത്തെ പ്രാർത്ഥന, ഇന്നലെ അന്യഭാഷ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് വ്യത്യാസം തുടങ്ങിയായിരുന്നു. ഇന്ന് ഈ നിമിഷം രോഗസൗഖ്യ പ്രാർത്ഥനയിൽ പൂർണ്ണ സൗഖ്യം വേദനയിൽ നിന്ന് മാറി കർത്താവെ അങ്ങ് സൗഖ്യമാക്കി. കൃപയ്ക്ക് നന്ദി, അത്ഭുതത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ശരീരത്തിൽ മുഴകളോടൊന്ന് കൽപ്പിച്ച് ഇറങ്ങി പോകാൻ പറ. യേശുവിന്റെ നാമത്തിൽ ആ മുഴകൾ ശരീരത്തിൽ നിന്ന് ഇപ്പോൾ തന്നെ ചുങ്ങി പോകുന്നതായിരിക്കും. മറ്റാരെങ്കിലും ഉണ്ടോ സൗഖ്യം അനുഭവിക്കുന്നവർ? ഹലോ പറഞ്ഞോ. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യണേ. ആ ഹലോ പറഞ്ഞു പറഞ്ഞു സിസ്റ്റർ, കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഒരു മിനിറ്റ്, പറയാൻ വന്ന ആള് പറയട്ടെ. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഹലോ ബ്രദർ, പറഞ്ഞു. ഹലോ ബ്രദർ, എനിക്ക് 4 മാസമായിട്ട് ഈ മുട്ടിന്റെ കാലില്ലേ മടക്കാനേ പറ്റില്ല. നടക്കുമ്പോ ഇരിക്കുമ്പോ ഭയങ്കര വേദനയായിരുന്നു. അപ്പൊ ഈ ദിവസം ഞാൻ ഈ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു. അപ്പൊ ഇന്ന് പ്രാർത്ഥന ഇരിക്കുമ്പോ പ്രാർത്ഥിച്ചോണ്ടിരിക്കും. പക്ഷെ ഇപ്പൊ ഞാൻ കാലും മട്ടും മടക്കിയിട്ടായിരിക്കുന്നത്. ഇപ്പൊ വേദന ഇല്ല സിസ്റ്റർക്ക്? വേദനയില്ല. ഞാനിപ്പോ കാല് നീട്ടിയിട്ട് എനിക്ക് നീട്ടിയിട്ട് ഇരിക്കാനായി പറ്റുള്ളൂ. ഇങ്ങനെ മുട്ട് മടക്കിയിട്ട് ചോട്ടിലിരിക്കാൻ പറ്റുക, അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു. 4 മാസമായിട്ടായിരുന്നു. അപ്പൊ ഈ 4-5 മാസം ഞാൻ പ്രാർത്ഥനയിലുണ്ട്. പക്ഷെ ഇന്ന് പ്രാർത്ഥിക്കുമ്പോ അതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഞാൻ കാലും മടക്കിയിട്ടായിരിക്കണത്. ഓ സ്വോത്രം. പ്രിയസ് പറഞ്ഞ 4-5 മാസമായിട്ട് കാല് മടക്കാൻ പറ്റത്തില്ലെന്ന് ഭയങ്കര വേദനയായിരുന്നു. ഇന്ന് ആ പ്രാർത്ഥനയിൽ ആ വേദന പൂർണ്ണമായിട്ടും മാറി. ഇപ്പൊ കാല് മടക്കിയിരിക്കുന്നു, അവിടെ വേദനയില്ല. യേശു തൊട്ട് സൗഖ്യമാക്കി. കൃപയ്ക്ക് നന്ദി. ഇത് പോരെ ഇനിയും അത്ഭുത സാക്ഷികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ലൈവിൽ കാണുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് പ്രേയറിന്റെ ലിങ്ക് ഉണ്ട്. സൗഖ്യങ്ങൾ ലഭിക്കുന്നവർക്ക് നേരെ ഇങ്ങി വരാം. നിങ്ങളുടെ സാക്ഷ്യങ്ങളെ ലൈവായിട്ട് തന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റാരെങ്കിലും ഉണ്ടോ ഇതേപോലെ സൗഖ്യം നടന്നുകൊണ്ടിരിക്കുക ശരീരത്തിൽ? ഒന്ന് ചെക്ക് ചെയ്ത്. ആ വേദനയുമായിട്ട് ജീവിക്കാൻ യേശു സമ്മതിക്കുന്നില്ല നിങ്ങളെ. യേശു അനുവദിക്കുന്നില്ല. കർത്താവ് ക്രൂശിൽ വില കൊടുത്തതാ. സൗഖ്യം അനുഭവിക്കുന്നു. പറഞ്ഞു. എനിക്കിന്ന് കാലിന് ഭയങ്കര വേദനയായിട്ട് കാല് മുഴുവൻ നീര് വെച്ചിരിക്കുവായിരുന്നു. ഞാൻ ബാമിട്ടിട്ട് പ്രേയറിന് അറ്റൻഡ് ചെയ്ത് എന്റെ ചെസ്റ്റിന് ലെഫ്റ്റ് സൈഡിലും ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരുന്നു. ബ്രദർ ഇപ്പം പ്രാർത്ഥനയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പം വേദനയ്ക്ക് ഒത്തിരി കുറവുണ്ട്. എന്റെ നെഞ്ചിന്റെ ഡിസ്കംഫർട്ടും കുറവുണ്ട്. ദൈവത്തിന് നന്ദി. നന്ദി കർത്താവ്, നന്ദി കർത്താവ്. ഇത് പൂർണ്ണമാകട്ടെ. നമുക്ക് കുറവല്ല, യേശുവിനകത്തിൽ പൂർണ്ണ വിടുതൽ. ഇപ്പോൾ ആ വ്യത്യാസം കർത്താവ് ഇത് പൂർണ്ണമാകട്ടെ. ഇന്ന് തന്നെ കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഒരു തരി പോലും ഇല്ലാതെ വണ്ണം അത് പൂർണ്ണമായും വിടുവിച്ചതിന് നന്ദി കർത്താവ്. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ഇപ്പൊ തന്നെ അത് കാണാൻ പറ്റും കേട്ടോ. ഈ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പ് അത് കാണാൻ പറ്റും. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരെങ്കിലും സൗഖ്യം അനുഭവിക്കുന്ന ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നേ. വലിയൊരു രോഗസൗഖ്യത്തിന്റെ ഒഴുക്ക് ഇതിന്റെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് കൈവച്ചൊന്ന് പറഞ്ഞൊന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നേ. നിങ്ങളുടെ ശരീരത്തിന്റെ മേലെ രോഗബന്ധനങ്ങൾ, രോഗദുരാത്മാക്കൾ യേശുവിന്റെ നാമത്തിൽ വിട്ടു മാറിക്കൊണ്ടിരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. മറ്റാരെങ്കിലും ഉണ്ട് അനുഭവിക്കുന്നവർ? ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നേ. വെറുതെ ഇരിക്കല്, കടന്നുറങ്ങരുത്. ഒന്ന് ചാടി എണീറ്റ് നോക്കിക്കേ. അനുഭവിക്കുന്നവർ, ആ വേദനകൾ വിട്ടുമാറുന്നവർ, ആ നട്ടലിന്റെ വേദനകൾ, അസ്ഥികളുടെ വേദനകൾ, മുഴകൾ യേശുവിന്റെ നാമത്തിൽ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. മറ്റാരെങ്കിലും അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി പറയാം. അനാവശ്യമായിട്ട് ആരും മ്യൂട്ട് മാറ്റണ്ട. മ്യൂട്ട് മാറ്റി പറയുന്നവർ. ബാക്കി ഒരാൾ സംസാരിക്കുമ്പോൾ പറഞ്ഞു. ബ്രദറെ, എനിക്ക് ഈ അടുത്ത് കൈയുടെ മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു. ഒരു 8-9 വർഷമായി തുടങ്ങിയിട്ട്. ഇന്ന് എനിക്കിപ്പോ പ്രാർത്ഥിച്ചപ്പോൾ ആ കൈയുടെ മുട്ടിന്റെ വേദന മാറ്റം വന്നു. ഓ സ്വോത്രം. ഇത് വലിയൊരു അത്ഭുതമാണ്. സിസ്റ്റർ 8-9 വർഷമായിട്ടുണ്ടായിരുന്ന കൈമുട്ടിന്റെ വേദനയായിരുന്നു. 8-9 വർഷമായിട്ടുള്ള വേദനയായിരുന്നു. ഇന്ന് രോഗസൗഖ്യ പ്രാർത്ഥനയിൽ പൂർണ്ണ സൗഖ്യം യേശു കൊടുത്തു. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. രോഗസൗഖ്യം നമ്മുടെ അവകാശമാണ്, ആവശ്യമല്ല, അവകാശമാണ്. ഇനിയും അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? രോഗസൗഖ്യത്തെ അനുഭവിക്കുന്നവർ ഒന്ന് ചെക്ക് ചെയ്ത്. വേദനയുമായിട്ട് ആരും ഇരിക്കണ്ട ഇവിടെ. പറഞ്ഞു. നിങ്ങൾ ബാക്കി പ്രാർത്ഥിക്കുന്നവരൊക്കെ മ്യൂട്ട് ചെയ്യണേ. സാക്ഷ്യമുള്ളവർ മ്യൂട്ട് മാറ്റി പറഞ്ഞേ. ഇവിടെ ഓൾ മ്യൂട്ടായി പോയി. പറഞ്ഞു. ആരായിരുന്നു ഇപ്പൊ പറയാൻ വന്നത്? പറഞ്ഞു. ഹലോ ബ്രദറെ, ഞാനാണ്. എന്റെ ഇടത്തെ കാലിന് 1 വർഷമായിട്ട് എന്റെ കാലിന്റെ മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു.
ഇപ്പം ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്കത് ഞാൻ പരീക്ഷിച്ച് നോക്കി. എനിക്ക് കാല് മടക്കിയിട്ടിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ ഞാൻ കാല് മടക്കിയിട്ടിരിക്കുക ബ്രദറെ. എനിക്ക് കാലിന് വേദനയില്ല. ഓ സ്വോത്രം കർത്താവേ. എന്നാൽ ഒരു വർഷമായിട്ട് സിസ്റ്റർക്ക് വേദനയായിരുന്നു അല്ലേ? ഒരു വർഷമായിട്ട് കാല് മടക്കാൻ പറ്റില്ല എനിക്ക്. കാല് ഓ സ്വോത്രം. നോക്കിട്ടിരുന്നാണ് ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ ഓ ഇരിക്കുന്നത്. പക്ഷെ ഇപ്പൊ അത്ഭുത ഞാൻ സൗഖ്യം. പറഞ്ഞ കാല് മടക്കി, നിങ്ങൾ പരീക്ഷിച്ച് നോക്കാൻ പറഞ്ഞ ഞാൻ മടക്കി, ഇപ്പം കാല് മടക്കിയിട്ടിരിക്കുവാണ് ഞാൻ. ആമേൻ ആമേൻ. ഒരു വർഷമായിട്ട് സിസ്റ്റർക്ക് വേദനയായിരുന്നു, കാല് മടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഇന്ന് അവിടെ ഇത് വെച്ച സമയത്ത് എന്ത് സംഭവിച്ചു? ഇപ്പൊ ഇരുന്ന് മടക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഒരു കുഴപ്പമില്ല. അപ്പൊ നല്ല ചോദിക്കുക, കർത്താവ് നിങ്ങളെ രോഗിയായിരിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമല്ല. യേശുവിന്റെ ഇഷ്ടം എന്റെ സൗഖ്യമാണ്, എന്റെ അത്ഭുതമാണ്. കർത്താവെ പ്രിയമാക്കി കൊടുത്ത സൗഖ്യത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. പറഞ്ഞു. എനിക്ക് ഇന്നലെ തൊട്ട് ഭയങ്കര ശക്തിയായ തലവേദന ഉണ്ടായിരുന്നു ബ്രദറെ. ഇന്ന് സിസ്റ്റർ മീറ്റിംഗിൽ പങ്കെടുത്തതിന് ശേഷം അതിന്റെ പരിപൂർണമായിട്ട് സൗഖ്യമായി. ആമേൻ. കർത്താവ് അങ്ങ് സൗഖ്യം തലയ്ക്കകത്ത് വേദനയായിരുന്നു. ഇന്നത്തെ വുമൻസ് മീറ്റിംഗിൽ സിസ്റ്റർ പങ്കെടുത്തു. കർത്താവ് അവിടെ പൂർണ്ണ സൗഖ്യം കൊടുത്തു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സൗഖ്യങ്ങൾ അനുഭവിക്കുന്നവർ? എനിക്ക് ഇന്നലെ എന്റെ ഹൈ BP ആയിരുന്നു. 200 മുകളിലായിരുന്നു. ഞാൻ ആകെ പഠിച്ചു. ഇപ്പൊ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇവിടെ വന്നു BP അപ്പാർട്ട്സ് എടുത്ത് നോക്കി. ഇപ്പം യേശുവിനോട് പറഞ്ഞു 140 താഴെ തരണേ എന്ന് പറഞ്ഞു. 130/90 ഇപ്പൊ എനിക്ക് എന്റെ BP ഇതിൽ ഞാൻ ഇപ്പൊ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ദൈവം തന്ന അനുഗ്രഹത്തിനും അത്ഭുതത്തിനുമായിട്ട് ഞാൻ നന്ദി കർത്താവെ. പ്രിയ സുഹൃത്തുക്കളെ, പിടിച്ചവിടെ കെട്ടണം നമ്മൾ രോഗത്തെ. നമ്മുടെ BP ആയിക്കോട്ടെ, ഷുഗർ ആയിക്കോട്ടെ, ഏതുമായിക്കോട്ടെ, യേശുവിന്റെ നാമത്തിൽ പിടിച്ചു കെട്ടുവാൻ നിങ്ങളുടെ അഭിഷേകത്തിന് കഴിയും. അഭിഷേകത്തെ ഉപയോഗിക്കണം. പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ദൈവസന്നിധിയിൽ പറഞ്ഞു, കർത്താവ് എനിക്ക് BP താഴണം, അതിനി പിടിച്ചു കെട്ടണം. അനങ്ങരുത് അവിടുന്ന്. നോർമൽ കണ്ടീഷനിൽ പിടിച്ചു കെട്ടാൻ അഭിഷേകത്തിന് കഴിയും. ഇവിടെ ശൗലിനെ രാജാവാക്കാൻ ദൈവത്തിന് പറ്റിയെങ്കിൽ രോഗബന്ധനത്തെ പിടിച്ചു കെട്ടുവാൻ അഭിഷേകത്തിന് കഴിയും. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സൗഖ്യം ലഭിച്ചവർ? സൗഖ്യം അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ശരീരത്തിൽ കൈ വെച്ചുകൊണ്ട് പറഞ്ഞ് സൗഖ്യം എന്റെ അവകാശമാണ്. രോഗശക്തിക്ക് പിടിച്ചു നിൽക്കാൻ പറഞ്ഞു. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയുന്നുണ്ട്. എനിക്ക് 2 വർഷമായിട്ട് ഷോൾഡർ പെയിൻ ആണ്. കൈ ബാക്കിലേക്ക് ഒന്നും തിരിക്കാൻ പറ്റില്ല. ഉറങ്ങാൻ തീരെ പറ്റില്ല എനിക്ക്. അപ്പൊ ഞാൻ എന്നും ഈ സൂമിൽ കയറുമ്പോ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവ് എനിക്ക് ഈ സൗഖ്യം തന്നിട്ട് ഇതിൽ സാക്ഷ്യം പറയണം. കർത്താവ് എനിക്ക് സൗഖ്യം തരണം. ഉറങ്ങാൻ തീരെ എനിക്ക് പറ്റില്ല. കൈ എങ്ങനെ വെച്ചാലും എനിക്ക് സുഖമില്ല. ഭയങ്കര വേദന. ഷുഗറും ഉണ്ട് എനിക്ക്. അപ്പൊ ഞാൻ എന്നും പ്രാർത്ഥിക്കും, കർത്താവ് എനിക്ക് സൗഖ്യം തരണം. ഞാൻ രോഗിയായി ഇരിക്കേണ്ടവളല്ല. ഞാൻ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തും. കർത്താവേ, എന്റെ രോഗങ്ങളെല്ലാം കർത്താവ് ക്രൂശിൽ വഹിച്ചതാണ്. ഞാൻ അത് ചുമക്കേണ്ട ആവശ്യമില്ല കർത്താവേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കും. ഇപ്പൊ ബ്രദർ അത് പറഞ്ഞപ്പോ എനിക്ക് കയ്യ് ബാക്കിലേക്ക് തിരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. എനിക്കിത് പൂർണ്ണ സൗഖ്യം വേണം. പൂർണ്ണ സൗഖ്യം വേണം. കുറച്ച് വേദന ഉണ്ട് എനിക്ക് ഇപ്പോഴും. എങ്കിലും എനിക്ക് ബാക്കിലേക്ക് കൈ തിരിക്കാൻ പറ്റുന്നുണ്ട്. ആമേൻ. യേശുവിന്റെ നാമത്തിൽ പ്രിയ യേശു പറഞ്ഞ് 2 വർഷമായിട്ട് കൈ തിരിക്കാൻ പറ്റത്തില്ലാത്ത ബാക്കിലോട്ട് ഇന്ന് ആ വിഷയത്തിന് മേൽ സൗഖ്യം ലഭിച്ചു. അത് പൂർണ്ണ സൗഖ്യമാണ് സിസ്റ്ററെ. കാരണം ഇത്രയും വർഷമായിട്ട് തിരിക്കാൻ പറ്റാത്ത കൈ ഇന്ന് ഈ പ്രാർത്ഥനയിൽ ഒരു ട്രീറ്റ്മെന്റും കൂടാതെ തിരിക്കാൻ പറ്റിയെങ്കിൽ ഇന്ന് മുതൽ പറയണം, ഞാൻ ഷുഗർ പിടിച്ച് മരിക്കേണ്ട വ്യക്തിയല്ല. എന്റെ യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത് ഞാൻ സൗഖ്യമുള്ള വ്യക്തിയായി ജീവിക്കാൻ വേണ്ടിയാണ്. യേശുവിന്റെ നാമത്തിൽ ആ സൗഖ്യം കർത്താവെ അങ്ങ് തൊട്ടതിന് നന്ദി. ആ 2 വർഷമായിട്ട് തിരിക്കാൻ പറ്റാത്ത, പുറകോട്ട് തിരിക്കാൻ പറ്റാത്ത കൈയായിരുന്നു. ദൈവം തൊട്ടു സൗഖ്യമാക്കിയിരിക്കുന്ന അർത്ഥം നിങ്ങളുടെ സകല കൗണ്ടുകളെയും യേശു തൊട്ടിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സൗഖ്യം അനുഭവിക്കുന്നവര്? ഇത് പോരെ ലൈവിലും ഒക്കെ കാണുന്നവർ യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. പറയണം, ഞാൻ രോഗിയായിരിക്കുന്നത് പിശാചിനാണ് സന്തോഷം. ഞാൻ സൗഖ്യമുള്ള വ്യക്തിയായി സാക്ഷ്യം പറയുമ്പോൾ യേശു സന്തോഷിക്കുകയാണ്. കർത്താവിന്റെ സന്തോഷം എൻ്റെ സൗഖ്യമാണ്. കർത്താവിന്റെ ആഗ്രഹം എൻ്റെ സൗഖ്യമാണ്. ഇപ്പോൾ തന്നെ കൽപ്പിച്ചുകൊണ്ടിരുന്നത് ചെക്ക് ചെയ്തിട്ട് ഇന്ന് സൗഖ്യം അനുഭവിക്കാൻ പറ്റുന്നവര്, ആ വേദനയിൽ നിന്നും സൗഖ്യം അനുഭവിക്കാൻ പറ്റുന്നവർ ഒന്ന് നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി പറയാനുള്ള അവസരമുണ്ട്. യേശുവിന്റെ നാമത്തിൽ ചെക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം സൗഖ്യം എൻ്റെ അവകാശം. എൻ്റെ അവകാശത്തെ ഞാൻ അനുഭവിക്കുന്ന വ്യക്തിയാണ്. നമ്മളിന്ന് കേട്ടല്ലോ, അനുഗ്രഹം അനുഭവിക്കാൻ തമ്പുരാൻ എന്നെ വിളിച്ചിരിക്കുന്നത്. അഭിഷേകം നിങ്ങളെ വിടിവിക്കും. നന്ദി കർത്താവേ. പറയാനുണ്ടെങ്കിൽ നിങ്ങൾ മ്യൂട്ട് മാറ്റുക. അല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്.
ഞാൻ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, ഇന്ന് ജനത്തെ അങ്ങ് സ്പർശിച്ചല്ലോ, അങ്ങ് ജനത്തെ അങ്ങ് തൊട്ടല്ലോ, അവരെ വിടുവിച്ചല്ലോ അപ്പ. ദൈവം അവരുടെ ജീവിതത്തിൽ വലിയ പ്രവർത്തികളാൽ ദൈവം അങ്ങ് നിറച്ചല്ലോ, ഓരോ വ്യക്തികളെയും അങ്ങ് വിടുവിച്ചല്ലോ അപ്പ. ഇന്ന് കർത്താവെ, ഇന്ന് ഈ നിമിഷം വരെ പ്രാർത്ഥനയുടെയും സൗഖ്യത്തിൻ്റെയും പ്രവചനത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും വചനത്തിൻ്റെയും വലിയൊരു അന്തരീക്ഷത്തിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിർത്തിയല്ലോ. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു വാക്ക് പറയാം, സൗമ്യ എന്ന് പറയുന്ന ഒരു മോളെ ദൈവം തൊടാൻ വേണ്ടി പോവാണ്. ആ മകളുടെ സർട്ടിഫിക്കറ്റുകളുടെ മേൽ കർത്താവിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകുന്നു. രാജ്യങ്ങളുടെ നന്മയ്ക്കായിട്ട് ദൈവം വേർതിരിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പം കർത്താവിൻ്റെ വലിയൊരു മഹത്വം ഇന്ന് മകളുടെ മേലേക്ക് വെളിപ്പെടുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഞാനത് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറയും. 1989 എന്നുള്ള വർഷത്തിലാണ് ഈ സൗമ്യ ജനിച്ചിരിക്കുന്നത്. ആ മകളുടെ പാസ്പോർട്ട് ഈ നമ്പർ ഞാൻ കണ്ടുകൊണ്ടിരിക്കും, ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ മകളെ ബ്ലസ് ചെയ്യുന്നു. ആ മകളുമായി ബന്ധപ്പെട്ടത് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ആ പാസ്പോർട്ട് എടുത്തു വെച്ചിട്ട് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് ഈ പ്രവചന ആലോചനയെ സ്വീകരിച്ചു. ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ നന്മയെ അനുഭവിക്കുവാൻ ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഇന്ന് ആ കുടുംബത്തിൻ്റെ അവസ്ഥകൾ മാറട്ടെ. ആ കുടുംബത്തിൻ്റെ കർത്താവ് സകല വിഷയങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇതോടെ സാക്ഷ്യമായി തീരട്ടെ. എല്ലാ നിന്ദകൾക്കും ഒരു അറുതി വരട്ടെ. ഇപ്പോൾ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. അനുഗ്രഹത്തെ തുറന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. നന്മയായി തീരട്ടെ, ആ കുടുംബം സാക്ഷ്യമായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തെ റിലീസ് ചെയ്യുന്നപ്പ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയേറിയ സാന്നിധ്യം ഇപ്പോൾ തന്നെ ആ കുടുംബത്തിൻ്റെ മേൽ തുറക്കുന്നപ്പ. നന്മയായി തീരട്ടെ, അനുഗ്രഹമായി തീരട്ടെ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ പറഞ്ഞ കുടുംബം സ്വീകരിച്ചോണം. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ കാണാൻ വേണ്ടി പോവാണ്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മേഖലകളിൽ കർത്താവ് ഇന്ന് സാക്ഷിയാക്കാൻ വേണ്ടി പോവുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ. നിങ്ങൾ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു വ്യക്തിയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നെ ഇങ്ങനെ വാക്ക് പറയണം. കിഷോർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇപ്പം 42 വയസ്സ് ബർത്ത്ഡേ കഴിഞ്ഞ ദിവസം നിങ്ങൾ കൂടിയിരുന്ന് സെലിബ്രേറ്റ് ചെയ്താണ് കിഷോറിൻ്റെ. ആ കിഷോറിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ നിർബന്ധം തരുവാണ്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ആ വ്യക്തി കർത്താവിൻ്റെ സന്നിധിയിൽ, യേശുവിൻ്റെ കൂട്ടായ്മയിൽ കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ തക്കവണ്ണം ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോവാണ്. ആ കിഷോറിനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചു. ദൈവം ഒരു സാക്ഷിയാക്കി മാറ്റാൻ പോകുന്നു. നന്ദി കർത്താവേ. ഞങ്ങൾ ഇപ്പോൾ തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ആ കിഷോറുമായിട്ട് ബന്ധപ്പെട്ടത് ഏത് വ്യക്തിയാണോ ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണം. കർത്താവിൻ്റെ സാക്ഷിയായിട്ട് മാറാൻ വേണ്ടി പോവാം. നന്ദി കർത്താവേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവാത്മാവിനാൽ ഇന്ന് ഞാൻ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മരിച്ചുപോയ അപ്പച്ചൻ്റെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോയിൽ എൻ്റെ കർത്താവ് എന്നെ ഒരു പേര് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോയ്ക്കകത്തിരിക്കുന്ന വ്യക്തി ഞാൻ മാത്യു എന്ന് എഴുതിയിരിക്കുന്നതാണ് അപ്പച്ചൻ്റെ പേര് ഞാൻ കാണുന്നത് ആ ഭവനത്തിൽ. പക്ഷെ അപ്പച്ചൻ മരിച്ചുപോയെങ്കിൽ അപ്പച്ചൻ്റെ 2 ആൺമക്കളെ കർത്താവ് എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൺമക്കളിൽ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന മൂത്ത ആളിൻ്റെ കുടുംബമാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിൽ തലമുറകളെ ദൈവം തൊടാൻ വേണ്ടി പോവാന്നാണ് പറഞ്ഞത്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞ പാരമ്പര്യമായിട്ടുള്ള ഒരു ശക്തിയും നിങ്ങളെ തൊടത്തില്ല. നഷ്ടങ്ങളെ കൊണ്ടുവന്ന് കുടുംബത്തെ മുഴുവനും തകർക്കാൻ നോക്കുന്ന സകല പിശാചുക്കളും ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ഭവനം വിട്ട് മാറിപ്പോകുന്നു. നന്ദി കർത്താവേ. ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്ത്. സൂമിലാണ് നിങ്ങളോട് ഈ ആലോചന ഇടപെടുന്നവരുള്ളതെങ്കിൽ നിങ്ങൾ മ്യൂട്ട് മാറ്റി പറയാം. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. യേശുവിൻ്റെ നാമം ഞാൻ പറഞ്ഞല്ലോ, ഈ സൂമിൽ മാത്രമല്ല ലൈവിലും എല്ലാം കാണുന്നവരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ ആ കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വലിയ കൃപകളാൽ ദൈവം നിറയ്ക്കട്ടെ.
വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നതിന് നന്ദി പറയുന്നു. ഈ സമയം ആർക്കെങ്കിലും, ഇപ്പൊ നമ്മൾ ഓൾറെഡി സാക്ഷ്യങ്ങൾ കേട്ടു, അതല്ലാതെ ഒരു സാക്ഷ്യം നിങ്ങൾക്ക് പറയാനുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ ഒരവസരമാണിത്. യേശുവിന്റെ നാമത്തിൽ ഇപ്പൊ തന്നെ ഞാൻ അതിനുവേണ്ടിയുള്ള മ്യൂട്ട് മാറ്റുന്നുണ്ട്. സാക്ഷ്യം ഉണ്ടെങ്കിൽ, കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു എല്ലാ സാക്ഷ്യങ്ങളും. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ച മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു 2025 യാത്രകളുടെ വർഷമായി ഞാൻ വിശ്വസിക്കുന്നു. ദൈവം വലിയ കാര്യങ്ങളെ ചെയ്യും. അത് മാത്രമല്ല, ഞാൻ ഒന്ന് ഓർപ്പിക്കാൻ പറഞ്ഞിരുന്നു, ആരും ഓർപ്പിച്ചില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞാൽ നാളെ ഒന്ന് ഓർപ്പിച്ചേക്കണം. ജനറേഷനുകളെ ദൈവം തൊടാൻ വേണ്ടി പോകും, തലമുറകളെ കുടുംബത്തിൽ. കർത്താവിന്റെ സുവിശേഷത്തിന് വേണ്ടി ഞാൻ എൻ്റെ തലമുറയെ കൊടുക്കുമെന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ അവരെ വെച്ച് പ്രാർത്ഥിച്ചോണം. അതിനുവേണ്ടി ദൈവം ഒരുക്കാൻ വേണ്ടി പോവാണ്. വൻ കൃപകളാൽ ദൈവം നിറയ്ക്കും. കർത്താവ് ഞങ്ങളുടെ വേലയിൽ വിതച്ച മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പ യേശുവിന്റെ നാമത്തിൽ വിതയ്ക്കുന്നവനെ കൊയ്യത്തുള്ളൂ. കർത്താവിന്റെ നാമത്തിൽ ഇന്ന് അവർ ഞെരുക്കത്തിന്റെ അകത്തായിക്കോട്ടെ ഒരു വിതച്ചത്, പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നന്മ കൊയ്യും. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഞങ്ങളുടെ ജോലിയിൽ, ബിസിനസ്സിൽ വർധനവുണ്ടാകും. വായ്പ മേടിക്കത്തില്ല. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും പിന്തുടരും. ഐശ്വര്യവും സമ്പത്തും നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകും. നിങ്ങളുടെ കളപ്പുരകളെ ദൈവം അനുഗ്രഹിക്കും. എല്ലാ മേഖലയിലും സാക്ഷ്യമായിട്ട് മാറും. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വലിയ പ്രവർത്തികളാൽ കർത്താവ് നിറയ്ക്കും. ഞാൻ സാക്ഷ്യത്തിന് വേണ്ടിയുള്ള അവസരമാണ്. ഞാൻ പിന്നെ ഓർപ്പിക്കുകയാണ്. നാളെ നിങ്ങൾ എന്നെ വീണ്ടും ഓർപ്പിക്കണം. എൻ്റെ ഉള്ളത്തിൽ അങ്ങനെ വന്നുകൊണ്ടാണ് കർത്താവ് നമ്മുടെ ഇടയിൽ നിന്നും തലമുറകളെ എണീപ്പിക്കാൻ വേണ്ടി പോവാണ്. അപ്പം കർത്താവിൻ്റെ നാമത്തിൽ നിൽക്കുവാൻ നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ മുന്നോട്ട് നടക്കാൻ പോകുന്ന പ്രാർത്ഥനയുണ്ട്. അതുമാത്രമല്ല, യുവാക്കളെ, യുവതികൾ എന്ന് പറയുമ്പോഴേക്കും ഞാൻ പറഞ്ഞ കുഞ്ഞു പിള്ളേർ മാത്രമല്ല, എല്ലാ പ്രായക്കാരും അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങണം. അവരെ വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കുവാനും അവരെ കർത്താവിൻ്റെ നാമത്തിൽ കൊണ്ടുവരുവാനും ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നു മുതൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആഗ്രഹമുള്ളവരെ നിങ്ങൾ എന്ത് ചെയ്യുക? മുന്നോട്ട് ഉന്തിവിടുക. ശമൂവേലിനെ കർത്താവിൻ്റെ നാമത്തിൽ ഹന്ന കൊടുത്തതുപോലെ നമുക്ക് തലമുറകളെ കർത്താവിന് കൊടുക്കാം. ദൈവം അവരെ വളർത്തും, ദൈവം അവരെ നിറയ്ക്കും, ദൈവം അവരെ സാക്ഷിയാക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞു. ഉള്ളവരുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഉള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഓരോരുത്തരെ മ്യൂട്ട് ചെയ്യുന്നുണ്ട്. പറയുന്നവരല്ലാതെ ബാക്കിയെല്ലാവരും മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓരോരുത്തർ പറയുക. സൗണ്ട് ബ്രേക്ക് ആയിരിക്കാൻ വേണ്ടിയാണ്. പറഞ്ഞു. ഇപ്പൊ ഒരു ആലോചന പറഞ്ഞില്ലേ? പറഞ്ഞു. കട്ടായി പോയി. ഏതാലോചനയായിരുന്നു സിസ്റ്ററെ? ഒരു മിനിറ്റ് പറഞ്ഞു. ഇനി മ്യൂട്ട് മാറ്റി. ബ്രദറെ, ഇന്നലെ ഒരു ഷോൺ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുടെ കാര്യം, അത് എന്റെ മോനാണ്. അതിന് ബന്ധിച്ച് ഒരു ബീന എന്ന് പറഞ്ഞിട്ടൊരു ആളുടെ പേരും പറഞ്ഞു. അതെന്റെ ആങ്ങളയുടെ ഭാര്യയാണ്. അപ്പൊ ആലോചന ഞാൻ ഏറ്റെടുക്കുന്നു. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്രദർ മുമ്പ് പറഞ്ഞ ആലോചനയില്ലേ ബ്രദർ? ഒരു മിനിറ്റ് പറയാം. ഒരു സെക്കൻഡ്. ബ്രദർ മുമ്പേ പറഞ്ഞു അനന്ത് അശ്വിൻ എന്ന് പറഞ്ഞില്ലേ, 2 പിള്ളേരെ തുടർന്ന്. അതെന്റെ മോളുടെ പിള്ളേരാണ്. അത് ഞാൻ ഏറ്റെടുക്കുന്നു. അനന്തു അശ്വിൻ എന്നുള്ളത് സിസ്റ്ററുടെ മോളുടെ പിള്ളേരല്ലേ? ഞാനത് ഏറ്റെടുക്കുന്നു. ആമേൻ. ഏറ്റെടുത്ത തലമുറകളെ ദൈവം തൊടാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ഹലോ ബ്രദറെ. പറഞ്ഞു. ഹലോ ബ്രദറെ. പറഞ്ഞു. ബ്രദറെ, എന്റെ മോനാണെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റിനായിരുന്നു. പക്ഷെ ഇതുവരെ ഡോണറിനെ ശരിയായിട്ടില്ല. 3-4 മാസം കൊണ്ട് നോക്കുവാ ബ്രദറെ. ഹലോ സിസ്റ്റർ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ സിസ്റ്ററെ, ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്ന പുതിയ കിഡ്നി അവിടെ ഉണ്ടായി വരും. അങ്ങനെ തന്നെ വിശ്വസിച്ചു. നമുക്കൊരു ഡോണർക്ക് വേണ്ടിയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിലും കർത്താവെ, ഇന്ന് നമുക്കറിയാം, സാഹചര്യം നമുക്കറിയാം. പക്ഷെ കൈവച്ച് പറഞ്ഞോണം, എൻ്റെ മോന് കർത്താവെ ദൈവം പുതിയ കിഡ്നി കൊടുക്കും. കർത്താവായ യേശുവിന് മരിച്ചുപോയ ലാസറിന്റെ കിഡ്നി നിലച്ചുപോയ, ഹാർട്ട് നിലച്ചുപോയ, ബ്രെയിൻ നിലച്ചുപോയ ലാസറിന് ജീവൻ കൊടുക്കാമെങ്കിൽ എൻ്റെ കുഞ്ഞിന് പുതിയ കിഡ്നി കൊടുക്കും. എനിക്കറിയാം, മാനസിക ബുദ്ധിമുട്ട് നമുക്കറിയാം. ഈ സിറ്റുവേഷൻ കടന്നു പോകുമ്പോൾ പറയും. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് വിശ്വാസം പറയുക സിസ്റ്ററെ, കർത്താവ് യേശു അവിടെ പുതിയ കിഡ്നി കൊണ്ടുവരും. എല്ലാവരും ഒരുമിച്ച് ഒന്ന് വിശ്വസിച്ച് പറഞ്ഞ കുടുംബത്തിന് വേണ്ടി പുതിയ കിഡ്നി അവിടെ ഉണ്ടായി കർത്താവ് ചെയ്യും. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവം അത് ചെയ്യും. നമുക്ക് വേണ്ടി കർത്താവ് അത് പ്രവർത്തിക്കും. നമ്മുടെ ദൈവം അനുഗ്രഹത്തിന്റെ ദൈവമാണ്. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അങ്ങനെ ചെയ്യും കേട്ടോ. ബ്രദറെ, ഞാൻ കേൾക്കുന്നുണ്ട് ബ്രദറെ. ഹലോ പറഞ്ഞു.
മാത്യു എന്ന് പറയുന്ന മരിച്ചുപോയ ആളുടെ മൂത്ത മകന്റെ ഭാര്യയാണ് ഞാൻ. എന്റെ തലമുറകളെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അത് ഞാൻ ഏറ്റെടുക്കുന്നു. അതായത് കുറച്ചു മുമ്പ് ഇടപെട്ട മാത്യു എന്ന് പറയുന്ന അപ്പച്ചന്റെ മോന്റെ ഭാര്യ സിസ്റ്റർ അല്ലേ? അതെ. ഈ കാര്യം വല്ല സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളോട്? അപ്പച്ചന്റെ പേരോ ഫോട്ടോയോ വെച്ചിരിക്കുന്ന ആരും എല്ലാം പറഞ്ഞിട്ടുണ്ടോ? യേശുവിന്റെ നാമത്തിനടുത്ത് തലമുറകളുടെ ഭാവിയെ യേശു തൊടാൻ വേണ്ടി പോവുക കേട്ടോ. അവരെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പോകും. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ദൈവ അത്ഭുതങ്ങളെ ചെയ്യാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നേരത്തെ മിന്നു എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കാര്യം ബ്രദർ പറഞ്ഞിരുന്നല്ലോ, അതെന്റെ മോളാണ്. ഏറ്റെടുത്തോ സിസ്റ്ററെ, ഒരേ ആലോചന. വിസയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. വിസയുടെ കാലാവധിയൊക്കെ കഴിഞ്ഞു. ഇപ്പം വിസ എക്സ്റ്റൻഷന് കൊടുത്ത് അങ്ങനെ അവിടെ നിൽക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ആലോചന സ്വീകരിച്ചു. രാജ്യങ്ങളുടെ നന്മ എന്റെ തലമുറ കാണുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. തമ്പുരാൻ അനുഗ്രഹിക്കും കേട്ടോ. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു. ഞാൻ ഒരു മാസത്തേക്ക് മുമ്പ് ഒന്ന് ബാത്റൂമിൽ വീണിട്ട് തലക്ക് 7 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. സ്റ്റിച്ചിട്ടപ്പോ ഡോക്ടർ സിസ്റ്റർമാര് പറഞ്ഞത് ഇനി തലക്ക് എന്തെങ്കിലും വരുമെങ്കിൽ MRI ചെയ്യണമെന്നാ പറഞ്ഞത്. അപ്പോഴേക്കും എനിക്ക് തലക്ക് ആ മുറിവിന് 1 മാസം ആയപ്പോഴേക്കും ഇൻഫെക്ഷൻ ആയി. ഞാൻ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. അത് മരുന്ന് കഴിച്ചിട്ട് ഒരു കുറവില്ലായിരുന്നു. അങ്ങനെയാണ് എൻ്റെ അമ്മയുടെ ഫ്രണ്ട് എനിക്ക് ലിങ്ക് അയച്ചു തന്നു. ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ച് എനിക്ക് അപ്പൊ തന്നെ സൗഖ്യമായി. ഇത് പോരാണ്ട് എൻ്റെ കാൽമുട്ടുകളുടെ ഇടയ്ക്ക് ഭയങ്കര ചൊറിച്ചിലുണ്ട്. എനിക്ക് ഉറക്കമില്ല. കുറെ രാത്രി 12, 2 മണി 1 മണിയൊക്കെ ഞാൻ ചൊറിച്ച് ഇങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ബ്രദർ ഇതുപോലെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ച് എനിക്ക് അത് സൗഖ്യമായി. അതുപോലെ കാൽമുട്ടിന് വേദനയായിട്ട് എനിക്ക് ഇപ്പോഴും നീര് നടക്കുമ്പോൾ വേദനയാണ്. അതും കൈവച്ച് പ്രാർത്ഥിച്ച് എനിക്ക് അതും സൗഖ്യം ദൈവത്തിന് നന്ദി പറയുന്നു. ബലപ്പെടുത്തി നന്ദി പറയുന്നു. ഇത് വലിയൊരു സാക്ഷ്യമാണ് പ്രിയ സിസ്റ്റർ പറഞ്ഞത്. പറഞ്ഞ പോലെ വീണ് നിമിത്തം തലയ്ക്ക് ഒരു ഫ്രാക്ചർ ഉണ്ടായി, സ്റ്റിച്ച് ഇട്ടു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ MRI ചെയ്യണമെന്ന് പറഞ്ഞ് തലയ്ക്കകത്ത് വേദന ഉണ്ടായിരുന്നു, കാലിന് ചൊറിച്ചിലിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാലുകളിൽ നീരുണ്ടായിരുന്നു, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ ആരോ അയച്ചു കൊടുത്ത ലിങ്കാണ്. ഞാൻ എപ്പോഴും പറയത്തില്ല, പ്രാർത്ഥന യൂട്യൂബിലും ഫേസ്ബുക്കിലും സൂമിലും ഒക്കെ ആയിക്കോട്ടെ, നിങ്ങളെ അയച്ചു കൊടുക്കാൻ പറയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും വേറെ എന്തോ കാര്യത്തിൽ ഇല്ല. കണ്ടോ, ഇതേപോലെ അയച്ചു കൊടുത്തത് കൊണ്ട് ആ സഹോദരി എന്ത് ചെയ്തു? തകർന്നു പോകേണ്ട സ്ഥാനത്താണ് ഇന്ന് എന്ത് ചെയ്തത്? ആ സകല വേദനകളിൽ നിന്നും രോഗത്തിൽ നിന്നും രോഗശക്തിയിൽ നിന്നും ഇന്ന് സൗഖ്യം പ്രാപിച്ചു. അപ്പൊ അയച്ചു കൊടുത്ത ആക്കും പ്രതിഫലം ഉണ്ട് കേട്ടോ. ദൈവസന്നിധിയിൽ സൗഖ്യമായ ഇന്ന് യേശുവിനെ ഉയർത്തുമ്പോൾ ആ ഉയർത്തുവാൻ ഇന്ന് ആരാണോ മുഖാന്തരമായത് ആ വ്യക്തിയെയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആരാണോ ലിങ്ക് അയച്ചു കൊടുത്തത് ആ സഹോദരി വചനം പറയാൻ പഠിച്ചു, വിശ്വാസം പഠിച്ചു, അത് ശരീരത്തിന്റെ മേൽ അപ്ലൈ ചെയ്തു, ഇന്ന് സാക്ഷ്യമായിട്ട് മാറി. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ആനയോട് പറയണം, എന്നെ സൗഖ്യമായ യേശു നിങ്ങളെയും സൗഖ്യമാക്കുമെന്ന് പറയണം. കൈ വെച്ചങ്ങോട്ട് പ്രാർത്ഥിച്ചോണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, നാളെ വിസ കിട്ടി നാളെ UK പോവാണ് ഞാൻ. തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് ഇത് പെട്ടിയൊക്കെ ഞാൻ ആദ്യമായിട്ട് പോണായത് കൊണ്ട് എനിക്കൊരു പേടിയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് പോണ UK മോള് പ്രസവിക്കാറായി. പ്രാർത്ഥിച്ച് വിസയൊക്കെ കിട്ടി കഴിഞ്ഞാൽ പോവാനൊരു പേടി. അപ്പൊ എന്റെ ഇതൊക്കെ പെട്ടിയിലൊക്കെ കാര്യങ്ങള് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഒരു ഭയമൊക്കെ ഉണ്ട്. ഒന്ന് പ്രാർത്ഥിക്കണം ബ്രദറെ, ഒരു കുഴപ്പമൊന്നുമില്ലാണ്ട് അവിടെ എത്താൻ വേണ്ടി. ഒരു പേടിയും വേണ്ട സിസ്റ്റർ, ധൈര്യമായിട്ട് പോകട്ടെ. എപ്പോഴും പറയാം, യഹോവ ഈര, ദൈവം കരുതും, ദൈവം കരുതും കേട്ടോ. കർത്താവ് കരുതും. ധൈര്യമായിട്ട് ഇങ്ങി പോകുന്നു കേട്ടോ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ഒരു സാക്ഷി പറയട്ടെ ബ്രദറെ. പറഞ്ഞു. ബ്രദറെ, ഞാൻ നേരത്തെ ബ്രദറെ എനിക്ക് ആലോചന പറഞ്ഞിട്ടുള്ളതാ. ഒരു രമ, 2 പെൺമക്കളുള്ള രമ. അത് ഞാൻ 2-3 സാക്ഷ്യവും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ഖത്തറിലാ ഉള്ളത്. ഇവിടെ എനിക്കും മോക്കും കൊച്ചുമോനും എല്ലാവർക്കും പനിയായിരുന്നു. ഞങ്ങൾക്ക് മണവും അറിയത്തില്ല, രുചി അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഒരു നാട്ടിലുള്ള മോക്ക് അവൾക്ക് അവിടെ കൊറോണ ആയിട്ട് ആസ്പത്രിയിൽ പോയപ്പം പിന്നെ അവര് മേളി റൂമിൽ തന്നെ അവളെ തന്നെ ആക്കി അങ്ങനെ ഇരിക്കുവായിരുന്നു. ഒരു 10 ദിവസത്തോളം അവള് ഒറ്റയ്ക്ക് നിന്നു. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ. അന്നേരം ഇതും കൊറോണ തന്നെയാന്നുള്ളത് അവരുടെ ഈ ടെസ്റ്റിൽ ഞങ്ങളുടെ ആശുപത്രിയിലൊന്നും പോയില്ല. ഞാനാണെങ്കിൽ പ്രത്യേകിച്ച് ഗുളിക ഒന്നും കഴിക്കാത്ത ആളാ. പക്ഷെ
പിള്ളേർക്ക് പേടി കാരണം പനിയുടെ ഡോളോ മാത്രം ഞാൻ ഒരു 7-8 ഡോളോ കഴിച്ചിട്ടുണ്ട്. മോൾക്കാണെങ്കിൽ അതും കഴിക്കാനൊക്കത്തില്ല. മോള് 5 മാസം ഗർഭിണിയാ. അതുകൊണ്ട് അവൾക്ക് അതും കഴിക്കാൻ പറ്റത്തില്ല. അപ്പോഴും ഞാൻ എന്നും ഇങ്ങനെ പ്രാർത്ഥിക്കും, എനിക്ക് ഇതൊരു സാക്ഷ്യമായിട്ട് പറയണം, എൻ്റെ കർത്താവ് ഞങ്ങളെ സൗഖ്യമാക്കിയെന്ന് ഞാൻ വചനം പറഞ്ഞു പറഞ്ഞു പ്രാർത്ഥിച്ചു. അതുപോലെ ഇടയ്ക്ക് ഒരു ദിവസം എനിക്കങ്ങ് നെഞ്ചിന് ഭയങ്കര വേദന, നെഞ്ചിനകത്തങ്ങ് മിന്നൽ പോലായിട്ട് വേദന, എനിക്ക് ശ്വാസം പോലും വിടാൻ വയ്യ. അന്ന് മക്കൾ ഇവിടെ ഇല്ല. അപ്പോഴും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കിടന്നു. ബ്രദറിന്റെ പ്രാർത്ഥന കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ കഴിഞ്ഞാണ്, ഒരു രാത്രി 12 മണി കഴിഞ്ഞു. ഞാനിങ്ങനെ കിടന്ന് പ്രാർത്ഥിച്ചു. രാവിലെ ആയപ്പോഴും എനിക്കറിയത്തില്ല എങ്ങനെ ഞാൻ ഉറങ്ങിപ്പോയെന്ന് അറിയത്തില്ല, വേദന എങ്ങനെ പോയെന്നും അറിയത്തില്ല, ഞാൻ ഉറങ്ങിപ്പോയി. രാവിലെ ഞാൻ മോളോട് പറഞ്ഞപ്പോൾ മോള് പറഞ്ഞ അതെന്താന്ന് അറിയത്തില്ല അമ്മ, അതങ്ങ് വല്ല ഗ്യാസ് വല്ലതും ആയിരിക്കും. ഞാൻ പറഞ്ഞു മോനെ ഗ്യാസ് ആണെങ്കിൽ അതങ്ങ് മാറിയേനെ, പക്ഷെ ഇത് അങ്ങനല്ല, വേറെ ഒരു വല്ലാത്തൊരു വേദനയായിരുന്നു എന്ന് പറഞ്ഞു. അത് മാറി. മോടെ തലയിൽ കൈവച്ച് മോക്ക് ഈ കൊറോണയുടെ ഇതിന്റെ ആയിരിക്കും, ചെവിക്കകത്ത് ഭയങ്കര വേദന, ചെവിക്കകത്തൂടെ വെള്ളം വരുന്ന പോലെ വരും, തൊണ്ടയൊക്കെ പഴുത്തിട്ട് ചോരയും കാപ്പും എല്ലാം കൂടെ വരുന്നില്ല, കട്ടയായിട്ടാ വരുന്നത്. എനിക്കും അത് തന്നെ, മോക്കും അത് തന്നെ. എനിക്കിങ്ങനെ പനിക്കും അതങ്ങ് മാറും, പക്ഷെ മോക്കും ഇടയ്ക്ക് പനിക്കും അങ്ങ് മാറും. ഇത് രണ്ടുപേർക്കും ഒരുപോലെ. ഞാൻ ഇവിടെ തലേ കൈ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, യേശു കർത്താവ് നമുക്ക് വേണ്ടിയല്ലേ ഈ ക്രൂശ് ഇതെല്ലാം വഹിച്ചു തന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും അല്ല മോനെ, നമ്മുടെ കുടുംബത്തിന് എല്ലാവരുടെയും അസുഖം ഇതോടെ മാറുമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ നടന്നു. ബ്രദറെ എങ്ങനാന്ന് അറിയത്തില്ല, എൻ്റെ മോടെ ആ ചെവിക്കകത്തുള്ള വേദന എന്ന് പറഞ്ഞാൽ മുഖമൊക്കെ കാണുമ്പോൾ പേടിയാകും, ഒരു സൈഡ് അങ്ങ് നീര് പോലെയൊക്കെ ആയായിരുന്നു. പക്ഷെ ഇവള് ഗർഭിണിയായോണ്ട് വേറെ മരുന്ന് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവളെ കൊണ്ടുപോകാനും ഒക്കത്തില്ല, അങ്ങനെ വിഷമിച്ചിരിക്കുവായിരുന്നു. പക്ഷെ ഇതെല്ലാം മാറി തമ്പുരാൻ പൂർണ്ണ സൗഖ്യം തന്നു. രണ്ടുപേർക്കും പൂർണ്ണമായിട്ട്, കുഞ്ഞിനും എല്ലാവർക്കും മാറി. പിന്നെ ഇന്നലെ ആണെങ്കിൽ പിന്നെ കുഞ്ഞിന് ചെറിയൊരു വല്ലാത്തൊരു വയ്യാഴിക പോലെ, എന്താന്നറിയത്തില്ല, ഒരു വല്ലാത്തൊരു കറക്കം പോലൊക്കെ. അത് എന്നോട് പറഞ്ഞു അമ്മ എനിക്ക് തല കറങ്ങുന്നു, ഈ വല്ലാതെ. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല മോൾ അവിടെ ഇരിയെന്ന് പറഞ്ഞ് ഞാൻ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഒരു കുഴപ്പവും ഇല്ല, സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ അവര് പുറത്ത് പോയേക്കുന്നു. ആമേൻ. കർത്താവെ അങ്ങ് അത്ഭുതം ചെയ്ത് യേശു പറഞ്ഞ പോലെ തന്നെ ആ രോഗത്തിലിരുന്നപ്പോൾ മോളുടെ ചെവിക്കകത്ത് വേദനയും നീരുമായിട്ടിരുന്നു. മാത്രമല്ല ഇവരെല്ലാവരും രോഗത്താൽ ബുദ്ധിമുട്ടിരുന്നു. ആ സമയത്താണ് പറഞ്ഞത് സൗഖ്യം നമ്മുടെ അവകാശമാണ്, രോഗമായിട്ടിരിക്കാനല്ല യേശുവിൻ്റെ പ്ലാൻ. തിരിച്ചറിഞ്ഞ് കൈവച്ച് അങ്ങ് കൽപ്പിച്ചു. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരുടെ മേലും ഇന്ന് സൗഖ്യമാണെന്ന് പറഞ്ഞു കേട്ടല്ലോ. മകള് പ്രഗ്നൻ്റ് ആയിരിക്കുന്നതുകൊണ്ട് മരുന്ന് പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, പക്ഷെ കൈ അങ്ങോട്ട് വെച്ച് കൽപ്പിച്ചു, അതെല്ലാം വറ്റിപ്പോയി, ആ വേദനകൾ വിട്ടുപോയി, എല്ലാ ബുദ്ധിമുട്ടും സൗഖ്യമായി. ഇന്ന് സൗഖ്യത്തിന്റെ സാക്ഷ്യമായിട്ട് മാറി. യേശു അത്ഭുതങ്ങളുടെ ജൈവമാണ്. സൗഖ്യം നമ്മുടെ അവകാശമാണ്. കൈവച്ചങ്ങോട്ട് കൽപ്പിച്ചോണം, എൻ്റെ അവകാശമാണ് രോഗസൗഖ്യം, ആരോഗ്യം എൻ്റെ അവകാശമാണ് കൽപ്പിച്ചോണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സൗഖ്യം ലഭിച്ചവര്, സാക്ഷ്യമുള്ളവര്, ആലോചന ഇടപെട്ടവര്? പറഞ്ഞു. രാത്രിയിലെ ഭാഷാവര പ്രാർത്ഥനയില് ഞാനും പങ്കുചേർന്നിരുന്നു. രാത്രിയില് ഇന്ന് രാവിലെ ആയപ്പോ ഞാൻ എന്നെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിനോടിരുന്ന 5 മരങ്ങൾ ഒന്നിച്ച് തൊട്ടടുത്ത വീട്ടുകാര് വെട്ടി കളഞ്ഞിരിക്കുന്നു. ആര് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഒന്നും അറിയാൻ വയ്യ. എനിക്കത് ഭയങ്കര അത്ഭുതമാണ്. വീടിനോട് ചേർന്ന് കരിയിലെയും വീടിനകത്ത് വെള്ളം വീഴുകയും എല്ലാം ചെയ്യുമായിരുന്നു. പണി മേളി പൂർത്തിയാവാത്തോണ്ട് മൊത്തം ഒരു ഇതായിരുന്നു. അപ്പം അയൽവഴക്കൊന്നും ഇല്ലാതെ പോവുമായിരുന്നു. ഞാനത് ഓർത്തത് പോലില്ല. ഒരു മരം മുറിക്കാൻ തന്നെ അവർക്ക് ബുദ്ധിമുട്ടാ. പക്ഷെ ഇന്ന് അത്ഭുതമായിട്ട് ആ 5 മരം, 2 തേക്ക്, 2 മാവ്, ഒരു തെങ്ങ് ഇത്രയും മുറിച്ചു മാറ്റി കർത്താവ് വലിയ അത്ഭുതം ചെയ്തു. സാക്ഷ്യമായിട്ട് എനിക്ക് ജീവിതത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല. ദൈവത്തിന് മഹത്വം പറയുന്നു. നന്ദി കർത്താവ്. യേശു പറഞ്ഞ കഴിഞ്ഞ ദിവസത്തെ ഇന്നലത്തെ അന്യഭാഷ പ്രാർത്ഥനയിൽ കയറി പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ മുമ്പിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അയൽവക്കമായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ നമ്മൾ ഒന്നും പറയാതെ തന്നെ, അവരൊരു പ്രതികൂലം ചെയ്യാതെ തന്നെ, വിരോധം ഒന്നും ചെയ്യാതെ തന്നെ അത് തന്നെ വെട്ടിമാറ്റി. ആരും നമുക്കറിയാം തേക്കൊന്നും ആരും വെട്ടിക്കളയത്തില്ല. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് വിരോധമായി നിൽക്കുക നമ്മൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ അവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം കൊടുത്ത റിസൾട്ടിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞോ. ബ്രദർ പറഞ്ഞല്ലോ സുവിശേഷത്തിന്. ഹലോ കേക്കാവോ ബ്രദറെ? കേൾക്കുന്നുണ്ട്. ഹലോ. ബ്രദർ പറഞ്ഞല്ലോ സുവിശേഷത്തിന് വേണ്ടി തലമുറകളെ വിതയ്ക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇപ്പം നമ്മുടെ ഈ 19 എന്റെ മോനെ 19 വയസ്സ് വരെ ആത്മീകമായി ജീവിച്ചതാ.
ഇപ്പം 19 വയസ്സ് കഴിഞ്ഞപ്പം പിന്നെ ഇപ്പം ഈ ആത്മീയതയൊന്നും ഇല്ലാത്ത രീതിയിലാണ്. എനിക്ക് ഇവൻ ആത്മീയമായി വിതയ്ക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഞാൻ എന്താ ചെയ്യേണ്ടത് ബ്രദറെ? തീർച്ചയായിട്ടും നമ്മൾ അവന് വേണ്ടി പ്രാർത്ഥിക്കാം, അവനോട് പറയണം. അടുത്ത ദിവസം നമ്മുടെ പ്രാർത്ഥനകൾ വരുമ്പോൾ എല്ലാവരും കൂടെ നിൽക്കാൻ വേണ്ടി തലമുറകളെ ചേർത്ത് നിർത്തണം, അവരെ പ്രാർത്ഥനയിൽ കൊണ്ടുവരണം, അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം വലിയൊരു വ്യത്യാസം അവരുടെ മേൽ കൊടുക്കാൻ വേണ്ടി പോകും കേട്ടോ. അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. വരാൻ പോകുന്ന എല്ലാ പ്രാർത്ഥനകളിലും കർത്താവ് അവരെല്ലാം ചാർജ് ആക്കി ദൈവം നിർത്തും. വലിയ സാക്ഷ്യമായിട്ട് ദൈവം മാറ്റാൻ വേണ്ടി പോകും കേട്ടോ. ഞാൻ അവരെല്ലാം തെരഞ്ഞെടുത്ത് അവർക്ക് വേണ്ടി കൈവച്ചു പ്രാർത്ഥിക്കുന്നുണ്ട്, അതിനു വേണ്ടിയാ കേട്ടോ. ഗോഡ് ബ്ലസ് യു. ബ്രദറെ, ഞാൻ മൈസൂരിൽ നിന്ന് മേരിക്കുട്ടി. ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ കുറെ സ്പേസ് ഉണ്ട്, ബാക്കി ചുറ്റുപാടുകളും വീടുകളാണ്. അപ്പോഴ് പിന്നെ ഞാൻ ഇന്നലത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവിടെ മുഴുവൻ കാടാണ്. അപ്പൊ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങനെ പാമ്പ് കയറി വന്ന് അതിനെ തല്ലിക്കൊണ്ടിടേണ്ടി വന്നു. ഇവിടെ ഇവര് പാമ്പിനെ കണ്ട കൊല്ലത്തില്ല, അവര് ഓടിച്ചു വിടുക, അല്ലെ അതിനെ അവരോടി അകത്ത് കയറി ചെയ്തു. കാരണം അവർ അതിനെ വർഷിപ്പ് ചെയ്യുന്നവരാണ്. എന്നാൽ ഇന്ന് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, ഞാനൊരു വാക്കത്തി എടുത്തുകൊണ്ട് പോയിട്ട് ആ മുമ്പിലുള്ള കാട് മുഴുവൻ, പിന്നെ വേണ്ടാത്ത കാട്ടുചെടികൾ മുഴുവൻ ഞാൻ വെട്ടി. അപ്പൊ അവർക്ക് എന്നെ കാണുമ്പോഴത്തേക്ക് അത് ഭയങ്കര അതിശയം, ഇത്രയും കാര്യം ചെയ്യുന്നത്. അപ്പൊ എനിക്കിപ്പോ ഇന്ന് ഈ മീറ്റിംഗ് കുറെ മുമ്പ് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശക്തിയാണ്, ദൈവത്തിന്റെ ശക്തി എന്നെ വ്യാപരിച്ചിട്ടാണ് എനിക്ക് അത്രയും ചെയ്യാൻ കഴിഞ്ഞത്. അറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, ഇന്നലത്തെ കൂട്ടായ്മ അനുഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളത് ആ സ്ഥലം ഒന്ന് മേടിക്കണം എന്ന് വിചാരിക്കും. ഞങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ഒരവസ്ഥയല്ല, കാരണം അവിടെ ഒരു ആരാധനാലയം വരണം. ഞങ്ങൾ കുറേ ദൂരത്ത് പോയിട്ടാണ് ഞങ്ങളുടെ കൂട്ടായ്മ, അതും റെന്റിനെടുത്ത വീടാണ്. ഇപ്പം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഞങ്ങളുടെ ചർച്ചിൽ ആരാധനാലയം ഇല്ല. അപ്പം അതിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വിഷയത്തിലും ദൈവം അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് എന്ന് പറഞ്ഞ ദൈവം കൊടുത്ത അധികാരത്തിനും അനുഗ്രഹത്തിനും നന്ദി പറയുന്നു. ഇനിയും ആ ദേശത്ത് മാനിക്കട്ടെ, അനേകർക്കൊരു സാക്ഷ്യമായിട്ട് സ്വർഗം മാറ്റട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹലോ, പ്രൈസ് ലോർഡ് ബ്രദറെ. പറഞ്ഞു. ഞാൻ കാനഡയിൽ നിന്നാണ്. ഞാൻ മുന്നേ ഒരിക്കൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഞങ്ങൾക്ക് എൻ്റെ കുഞ്ഞിനെ ഒന്നും ഇവിടെ ഞങ്ങളുടെ വിസ എക്സ്പയർ ആയിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ. പിന്നെ ഞങ്ങൾ എക്സ്റ്റൻഷന് വേണ്ടി അപ്ലൈ ചെയ്തായിരുന്നു. പക്ഷേ എക്സ്റ്റൻഷൻ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് ലഭിച്ചു. ദൈവത്തിന് മഹത്വം. അത് കഴിഞ്ഞ് ഈ ആഴ്ച ദൈവത്തിന്റെ പിന്നെ ഒരു പ്രവൃത്തി ഉണ്ടായി. ഞങ്ങൾക്ക് 2 ദിവസം മുന്നേ ഞങ്ങളുടെ പെർമനന്റ് റെസിഡൻസി അപ്രൂവ് ആയി. ഞങ്ങൾക്ക് ഇവിടെ ഇപ്പൊ പെർമനന്റ് ആയിട്ട് റിസൈഡ് ചെയ്യാം. അപ്പോൾ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. ഞങ്ങൾ ഈ ദേശത്ത് മാനിച്ചു സാക്ഷ്യം പറഞ്ഞു. ഞങ്ങൾ ഈ പ്രെയർ ലൈനിൽ ഞാൻ പ്രെയർ റിക്വസ്റ്റ് അയച്ചിരുന്നു. ദൈവം എല്ലാവരുടെയും പ്രാർത്ഥന കേട്ടു. നന്ദി ബ്രദറെ. നന്ദി കർത്താവ്. എന്ന് പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് അവർക്ക് ആ രാജ്യത്ത് നിൽക്കുവാൻ തക്കൊണ്ട് റെസിഡൻഷ്യൽ പെർമിറ്റ് കിട്ടുവാൻ ഇടയായി തീർന്നു. ഇനിയും ദൈവം മാനിക്കട്ടെ. ആ രാജ്യത്ത് പറയണം, ഞാൻ കർത്താവിന്റെ നാമത്തിൽ ഉപയോഗിക്കപ്പെടുമെന്നും ദേശത്ത് ഞാനൊരു സാക്ഷ്യമാകുമെന്നും വിശ്വസിച്ചോണം. ദൈവം അങ്ങനെ ആക്കി തീർന്നു കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ തൽക്കാലം നമ്മുടെ പ്രാർത്ഥന പ്രൈസിലൂടെ എനിക്ക് ഒരു സാക്ഷ്യം കൂടെ പറയാനുണ്ട്. ഞാൻ ഞങ്ങൾക്കൂടെ ഈ ഇങ്ങനെ സുവിശേഷമൊക്കെ അറിയിക്കാനായിട്ട് വളരെ പ്രതികൂലമുണ്ട്, പിന്നെ കർണാടകക്കാരെടുക്കല്. പക്ഷെ ഇന്നലെ അത് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ പലരോട് പോയിട്ട് ഇങ്ങനെ എനിക്ക് കുവൈറ്റ് വെച്ച് ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് വന്നായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സഭയായിട്ട് പ്രാർത്ഥിച്ച് എനിക്ക് സൗഖ്യമായി. അത് കഴിഞ്ഞ് ഞാൻ മൈസൂരിൽ ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നടന്നു പോകുമ്പോൾ, അന്ന് ഞങ്ങൾക്ക് വാഹനമൊന്നുമില്ല, നടന്നു പോകുമ്പോൾ എനിക്ക് സിവിയറായിട്ട് ഹാർട്ട് അറ്റാക്ക് വന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ എനിക്ക് കന്നഡ ഭാഷ അറിയില്ല, ബൈക്കിൽ ഇരിക്കാനൊക്കെ പേടിയപ്പോൾ പേഴ്സ് ഒന്നും അച്ഛൻ കഴിഞ്ഞ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു ബൈക്ക് ഒരു സ്ത്രീ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ അവിടെ എന്തൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ ഒരു വിധത്തിൽ വീടിന്റെ അടുക്കൽ വന്നു. ഞാൻ വാതിൽ തുറന്നു, എന്നിട്ട് ഞാൻ കട്ടിലിൽ കയറി കിടന്നു. ഞാൻ പറഞ്ഞു, പിശാചേ, എനിക്ക് ഈ ഹാർട്ട് അറ്റാക്ക് ഒന്ന് ദൈവസഭയോട് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ച് എനിക്ക് സൗഖ്യമായതാണ്. അതുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് നിന്റെയാണ്, നീ കൊണ്ടൊക്കോ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പോയിട്ടില്ല. പിന്നെ എനിക്ക് ഇവിടേക്കും വല്ലപ്പോഴും കൊന്നാലും ഞാൻ പറയും ഞാൻ പോകത്തില്ല. അതുകൊണ്ട് പിശാച് ആ വിഷയത്തിൽ തോറ്റിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ആ സാക്ഷ്യങ്ങൾ പലരോട് പറയാനായിട്ട് കർത്താവ് അത്ഭുതം ചെയ്തു. ഇന്നലെ കാരണം ഇവിടെ ആരോടും ഒന്നും നമുക്ക് മിണ്ടാൻ പറ്റില്ല. യേശു അങ്ങനെ സൗഖ്യമാക്കിയെന്ന് ഞാൻ പിന്നെ ചിലരോടൊക്കെ ഇങ്ങനെ പറയാനായിട്ട് കർത്താവ് കൃപ തന്നു. കർത്താവിനും മഹത്വം. ഇന്നലെ ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ള ഒരു ധൈര്യം വന്നത്. സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനിയും ദീർഘായുസോടെ ദിവ്യ ആരോഗ്യത്തോടെ കർത്താവിനെ സ്തുതിക്കുവാൻ
അനേകരോട് യേശുവിനെ പറയുവാൻ ഇടയാകട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബാക്കി സാക്ഷ്യങ്ങൾ നമുക്ക് നാളെ കേൾക്കാം. സമയം ഒത്തിരി മുന്നോട്ട് പോയി. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇനിയും പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. വലിയ കൃപകളാൽ ദൈവം നിറയ്ക്കും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. കർത്താവിന്റെ വലിയ മഹത്വം എന്ന് വെളിപ്പെടട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ എന്ന് പ്രാർത്ഥിക്കാം. ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് ഉണ്ടാകും എന്ന ദൈവവചനത്താൽ നമുക്ക് ഏറ്റുപറയാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ഇപ്പൊ തന്നെ ഏറ്റുപറഞ്ഞാട്ടെ. അത്ഭുതം നമ്മുടെ അവകാശം.